നമസ്കാരം. സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏവർക്കും ഹാർദവുമായ നമുക്കറിയാം, ഇതിൽ നമ്മുടെ ഒട്ടേറെ പഴയ പ്രവർത്തനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ. ഈ വേദി നമുക്ക് ഈ പുസ്തകത്തിന്റെ ഒരു കാര്യങ്ങൾ കൂടി പറയാൻ വേണ്ടിയിട്ട് 200 രൂപയാണ് ഈ പുസ്തകത്തിന്. ഈ പുസ്തകം നമ്മൾ ഇന്നും അതിലേക്ക് പോകുന്ന യുവജനങ്ങളെ അതിൽ നിന്നും മാറ്റി നിർത്തുന്നതിന് വേണ്ടി, അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മുൻകാലങ്ങളിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘമൊക്കെ പടുത്തുയർത്തിയ ഒരുപാട് പ്രസ്ഥാനങ്ങൾ, ഏകദേശം 28ഓളം സംഘപ്രസ്ഥാനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഈ നല്ല വേളയിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സംഘപ്രവർത്തകർക്കും, സുഹൃത്തുക്കൾക്കും, ദേശസ്നേഹികൾക്കും സ്വാഗതം അർപ്പിക്കുന്നു. ഒരു നിമിഷം നമ്മൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഈ രാജ്യത്തെ വന്ദിക്കുന്നതിന് വേണ്ടിയിട്ട് വന്ദേ മാതരം ആലപിക്കുന്നു. വന്ദേ മാതരം, വന്ദേ മാതരം, ഭാരത് മാതാ കി ജയ്. ഇളമാട് രാജീവേട്ടൻ, നമ്മുടെ ചടയമംഗലം പഞ്ചായത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ മോഹനേട്ടൻ എന്നിവരെ വേദിയിലേക്ക് സവിഷം സ്വാഗതം ചെയ്തു. ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടകർ, നമ്മുടെ സംഘചാലകർ യുവാനുസാർ നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തുകയും സ്ഥലത്തെ ശിവാസനേട്ടൻ ഏത് പ്രത്യേകം മുഖ്യ പ്രഭാഷണത്തെ നടത്തണം ശിവാസനേട്ടൻ, അതുപോലെ തന്നെ ഈ അടിയന്തരാവസ്ഥയിൽ പങ്കെടുത്ത വിജയൻ ചേട്ടൻ, രവികാഷൻ ചേട്ടൻ, രാഷൻ ചേട്ടൻ, 6 പേര് പങ്കെടുത്തിട്ടുണ്ട്. ക്ഷണം സ്വീകരിച്ചോടെത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ബഹുമാന്യരെ, ഇവിടെ സുദീർഘമായി ദിവാര സാർ സംസാരിക്കും. ഞാൻ എൻ്റെ ഒരു ചെറിയൊരു സമയമെടുത്ത് ഞാൻ സംസാരിക്കും. അടിയന്തരാവസ്ഥ നമുക്കറിയാം, ഇന്ത്യയുടെ 2ാമത്തെ സ്വാതന്ത്ര്യ സമരം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. 75-ൽ ആണ് അടിയന്തരാവസ്ഥ, ജൂൺ മാസത്തിലാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. അന്ന് ഞാനൊരു കോളേജ് വിദ്യാർത്ഥിയാണ്. കേരളത്തിൽ മാത്രമാണ് ആ ഇലക്ഷനിൽ കോൺഗ്രസ് ജയിക്കാൻ പറ്റിയത്. ബാക്കി ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനത്തും ഈ കോൺഗ്രസ് പ്രസ്ഥാനം തകർന്നടി. അതിനുശേഷം പുതിയ രാഷ്ട്രീയ സഖ്യങ്ങൾ ഉണ്ടാവുകയും പുതിയ മാറ്റങ്ങളൊക്കെ വന്നു. അപ്പൊ എക്കാലവും ഒരു കുടുംബത്തിന്റെ വാഴ്ചയ്ക്ക് വേണ്ടി ഇന്ത്യയെ രൂപപ്പെടുത്തുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറുകയും അത് ജനാധിപത്യം എന്ന ഒരു സംസ്കാരമില്ലാത്തൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ആണ് ജനതാ പാർട്ടി ഉണ്ടാകുന്നു. അതിനുശേഷം 80-ലാണ് BJP ഉണ്ടാകുന്നത്. ഇന്ന് നമുക്കറിയാം, കേരളം നടക്കുന്ന ഭാരതാംബയുടെ വിഷയം തന്നെ ഇപ്പം ലേറ്റസ്റ്റ് നടക്കുന്ന വിഷയമാണ്. ഭാരതാംബയുടെ ചിത്രം പോലും ഉപയോഗിക്കാൻ പറ്റത്തില്ല കേരളത്തിൽ എന്ന് പറയുമ്പോൾ മറ്റൊരു പശ്ചിമ ബംഗാളായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സ്വാതന്ത്ര്യമില്ല. ഇന്നലെ തന്നെ ABVP സംസ്ഥാന നേതാവിനെ വരെ ക്രൂരമായാണ് മർദ്ദിച്ചത്. പശ്ചിമ ബംഗാളിൽ പണ്ട് മമതാ ബാനർജി വന്നതിന് ശേഷം കോൺഗ്രസുകാർക്ക് പറ്റുന്ന അനുഭവം, കാര്യം ഇന്ന് പ്രതികരിക്കാൻ ശേഷിയില്ല കേരളത്തിൽ, കോൺഗ്രസുകാരെ കാണാനുമില്ല. അപ്പൊ ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പക്ഷെ ഈ സംസ്ഥാന സർക്കാർ അന്ന് അടിയന്തരാവസ്ഥയിൽ പങ്കെടുത്തു എന്നൊക്കെ പറയുന്ന EMSന്റെ കഥകളൊക്കെ ഇവിടെ പറയും. അവരൊക്കെ കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് അവർ ജയിലിന് പുറത്തു വന്നു. അന്ന് ജയിലിൽ കിടന്ന ഒരു പ്രധാന വ്യക്തി പിന്നെ ജയിലിന്റെ ചാർജുള്ള മന്ത്രിയായിട്ട് വരെ വന്ന ചരിത്രമുണ്ട്. നമുക്കറിയാം, ഞാൻ പേരൊന്നും പറയുന്നില്ല.
അപ്പൊ അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. സറണ്ടറായി വളരെ ചെറുപ്പത്തിൽ 10, 20, 25 വയസ്സുള്ളപ്പോൾ സംഘത്തിന്റെ ആദർശം നടപ്പിലാക്കുന്നതിന് വേണ്ടി വളരെ സമാധാനപരമായി ജാഥ നയിച്ചവരെ പോലീസ് അവരുടെ എല്ലാ കിരാത മർദ്ദന മുറകളും പഠിച്ചത് ഈ അടിയന്തരാവസ്ഥയിൽ ഈ ചെറുപ്പക്കാരനെയാണ്. പലരും പകുതിയും പേരെ ആൾക്കാർ നമ്മളെ വിട്ടു പോയിരിക്കുകയാണ്. ജീവിച്ചിരിക്കുന്നവർ നല്ല ശതമാനം ജീവക്ഷോഭം. യഥാർത്ഥ ഈ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് പല പ്രാവശ്യം തന്നെ നമുക്കറിയാം, ഈ പ്രസ്ഥാനം തുടങ്ങിയതിനു ശേഷം ഒരു ജീവിക്കാൻ നിവൃത്തിയില്ലാതെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ചെറിയ പെൻഷൻ കൊടുക്കാൻ പോലും ഈ സർക്കാർ തയ്യാറാകുന്നു. ഇന്ന് നമ്മുടെ പ്രസ്ഥാനം സാമ്പത്തികമായിട്ട് വളരെ ഉയർന്ന പ്രസ്ഥാനമാണ്. ഒരു പക്ഷേ നമ്മുടെ പ്രസ്ഥാനത്തിന് പോലും വേണ്ടി വന്നാൽ ഈ വളരെ കുറച്ച് ആൾക്കാരോട് ഇവർക്കൊരു ക്ഷേമ പദ്ധതി നടപ്പിലാക്കാവുന്ന കാര്യങ്ങൾ പാർട്ടിക്ക് വളരെ ചെയ്യും. അതിനുള്ള ശേഷി ഇന്ന് പാർട്ടിക്കുണ്ട്. അതുപോലും തിരസ്കരിച്ചുകൊണ്ട് അന്ന് ഈ അടിയന്തരാവസ്ഥയിൽ പങ്കെടുത്ത ആൾക്കാരെ പറ്റി യാതൊരു ചിന്തയുമില്ലാത്ത നിലയിലാണ് ഇന്ന് ജന്മിച്ചത്. അവൻ സ്വന്തം ജീവിതം പോലെ തൃണവൽക്കരിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സ്വന്തം രക്തവും ജീവനും കൊടുത്തവരാണ് അവർ. അപ്പൊ നമുക്കറിയാം ശിവാസ് ചേട്ടന്റെ പ്രായം നിങ്ങൾ 50 വർഷം മുമ്പ് ആലോചിച്ച് നോക്കും. നല്ല രക്തത്തിളപ്പുള്ള നല്ല ചെറുപ്പ സമയത്താണ് അവര് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ തീർപ്പിക്കുന്നില്ല. ഇത് വളരെ ഗൗരവമുള്ള ഒരു സദസ്സാണ്. ഇതിനെ അഭിസംബോധന ചെയ്ത് നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയും നമ്മുടെ എല്ലാ ബഹുമാന്യനും ആദരണീയമായ നിവാര സാറിനെ നിങ്ങളുടെ ഏവരുടെ അനുവാദത്തോട് ക്ഷണിച്ചുള്ളൂ. Yeah. സുരേഷ് ബാബു, ഇവിടെ നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ള ശിവദാസൻ ചേട്ടൻ, ശ്രീ വിനയൻ, അഡ്വക്കേറ്റ് സത്യരാജൻ, ആശംസകൾ അർപ്പിക്കാനെത്തിയിട്ടുള്ള മുരളിച്ചേട്ടൻ, മുൻ പഞ്ചായത്ത് മെമ്പർ ബിനു, മുൻ മണ്ഡൽ കാര്യവാഹ് ഉണ്ണി, വിജയൻ, അരവിന്ദാക്ഷൻ, രാധാകൃഷ്ണൻ, ശിവദാസൻ, വിശ്വാസചേട്ടൻ, രാധാകൃഷ്ണൻ, ശശിചേട്ടൻ, സഹകരണം, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഭാരതത്തിന്റെ ചരിത്രത്തിലെ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവത്തിന്റെ 50ാം വാർഷികം ആചരിക്കുന്ന സന്ദർഭമാണ്. അതായത് 50 വർഷങ്ങൾക്ക് മുമ്പ്, ഇത്ര സംഭവത്തിൽ 50 വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് പാർട്ടിയുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി അവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി, പ്രധാനമന്ത്രി എന്ന ആ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി
അലഹബാദ് ഹൈക്കോടതി അവർക്ക് പ്രധാനമന്ത്രിയായി തുടരാൻ അവകാശമില്ല എന്നുള്ള വിധിയെ മറികടക്കാൻ വേണ്ടി സൃഷ്ടിച്ച ഒരു ഓർഡിനൻസ് ആണ് അടിയന്തരാവസ്ഥ. ഈ അടിയന്തരാവസ്ഥ വളരെ ഭീതികരമായിട്ടുള്ള ഒരു സംഭവമാണ്. അതിനെക്കുറിച്ച് ഇന്ന് ഒരു 65 വയസ്സെങ്കിലും ആയിട്ടുള്ളവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണയുണ്ട്. അതായത് അടിയന്തരാവസ്ഥ സമയത്ത് ഒരു 15 വയസ്സ് ഉള്ളവർക്ക് ഈ അടിയന്തരാവസ്ഥയെ കുറിച്ച് ഏറെക്കുറെയൊക്കെ അറിയാൻ സാധിക്കും. അപ്പൊ ഇന്ന് 65 വയസ്സിന് മേലുള്ളവർക്കാണ് ഈ അടിയന്തരാവസ്ഥയുടെ ഭീകരത എത്രമാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അന്ന് നേരത്തെ ഇവിടെ സത്യരാജ് പ്രസാദ് പറഞ്ഞതുപോലെ അന്ന് 20-22 വയസ്സുള്ള ആളുകളാണ് അന്ന് ഈ സമര അടിയന്തരാവസ്ഥയെ ചെറുക്കാൻ വേണ്ടി സമരരംഗത്ത് സജീവമായിട്ട് എന്ത് പ്രതിസന്ധി എന്ത് വന്നാലും ശരി രാഷ്ട്രത്തിന് വേണ്ടി മരണം വരിക്കാൻ വരെ തയ്യാറാണെന്ന് കരുതി മുന്നോട്ട് വന്നത്. അതിൽ ഇപ്പോഴൊക്കെ ഓരോ സമയങ്ങൾ നടക്കുന്നത് ഇത്രയേ ഉള്ളൂ, അതിന്റെ ഗൗരവം ഇത്രയേ ഉള്ളൂ. പക്ഷെ അതല്ല, അന്ന് ഇന്ദിരാഗാന്ധി ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥ സർക്കാർ ഓരോ ജില്ലയിലും സെൻസർ ചെയ്യുമായിരുന്നു. അതിനുള്ള പ്രത്യേകം ഓഫീസർമാരുണ്ട്. അവർ നോക്കിയിട്ട് അത് അത് അങ്ങനെ അവര് നോക്കി പ്രസിദ്ധീകരിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ അത് പ്രസിദ്ധീകരിക്കാൻ സാധ്യമാകൂ. ഇങ്ങനെ പത്രങ്ങളുടെ എല്ലാം ഭാഗം കൂടി വളരെ ആലോചിച്ച് തയ്യാറാക്കിയതാണ് പൗരസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്ന നമ്മുടെ ഭരണഘടന. ആ ഭരണഘടനയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ആ സ്വാതന്ത്ര്യം നമുക്ക് നിഷേധിച്ചു. ഏറെക്കാലം നമ്മളൊരു ഇരുണ്ട തുരാൻ ശ്രദ്ധിക്കണം. പക്ഷെ അടിയന്തരാവസ്ഥയിൽ എങ്ങനെ ആയിരുന്നില്ല. അടിയന്തരാവസ്ഥയില് DIR എന്ന് പറയുന്ന ഒരു വകുപ്പ്, ഡിഫൻസ് ഓഫ് ഇന്ത്യൻ റൂൾസ്, അതുപോലെ വിസ, മെയിന്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട്, ഈ നിയമങ്ങൾ വെച്ച് ഈ കരിനിയമങ്ങളാണ്. ഈ കരിനിയമങ്ങൾ വെച്ചുകൊണ്ട് ആരെയും എപ്പോഴും അറസ്റ്റ് ചെയ്യാം എന്നുള്ള ആ ഒരു സാഹചര്യമില്ല. വളരെ സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തില് ഈ ഹൈക്കോടതി വിധിയെ മറികടക്കാൻ വേണ്ടി അവർ ഭരണഘടന അട്ടിമറിച്ചു, പൗരസ്വാതന്ത്ര്യം നിഷേധിച്ചു. ഭാരതത്തെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ജയിലറയാക്കി എന്ന് പറയാം. എത്രയെത്ര. പക്ഷെ ഇതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ട് ആരും നമ്മുടെ രാഷ്ട്രീയ സ്വയംസേവക സംഘം ഇതിന് മുന്നോട്ട് വന്നു. ഇതിനെ ചെറുക്കണം. ഈ ലോക സംഘർഷ സമിതി ഒക്കെ ഒരു സംഘടന രൂപീകരിച്ച് ഇതിനു വേണ്ടി പ്രകടനങ്ങൾ ഒക്കെ നടത്തി. ഞാൻ ഇവിടെ എന്റെ പുസ്തകത്തെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത് ഈ അടിയന്തരാവസ്ഥയിലെ നമ്മുടെ ജില്ലയിലെ ഈ ചടയമംഗലത്തുള്ള ആളുകളാണ് കൂടുതലും വളരെ താല്പര്യത്തോടുകൂടി എന്തും സഹിക്കാനായി. സാധാരണ നമുക്ക് ഈ സ്വാതന്ത്ര്യ സമരത്തിന് ഇതെല്ലാം നേരിട്ടുകൊണ്ട് ജയ്വാസമെങ്കിൽ ജയ്വാസം, അത് എത്ര കാലമായാലും ശരി അനുഭവിക്കാൻ തയ്യാറാണെന്നുള്ള ദൃഢചിന്തയോടുകൂടി ആലോചിച്ച് ഉറപ്പിച്ച് സമരരംഗത്ത് ഇറങ്ങിയ യോദ്ധാക്കളാണ്. ഞാൻ ഈ പുസ്തകത്തിൽ അവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നരകേസരികളെന്നാണ്. നരകേസരികളെ പ്രണാമം എന്ന് പറഞ്ഞൊരു ജയം. അതില് കൊട്ടാരക്കരയിലെ ശിവദാസനും അരവിന്ദാക്ഷനും വിജയനും ഒക്കെ നടത്തിയ ആ പോരാട്ടം അത് ഇന്ന് ഞാൻ ഓർപ്പിക്കുന്നുണ്ട്. അവര് 7 പേര് അങ്ങ് ബസ് സ്റ്റാൻഡിലേക്ക് പുലവൻ ജംഗ്ഷനിലേക്ക് അവര് വിളിച്ച മുദ്രാവാക്യം സ്വാതന്ത്ര്യം ഇത് ജന്മാവകാശമാണ്, ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചുകൊണ്ട് അവര് യാത്ര തിരിച്ച സമയത്ത് ശരിക്കും പറഞ്ഞാൽ അവർ അവരെ കേസരികൾ തന്നെയായിരുന്നു. സിംഹങ്ങളായി, സിംഹക്കുട്ടികളെ പോലെ അവര് മുന്നോട്ട് നടന്നു. ആ സമയത്ത് അവരുടെ ഈ പ്രകടനം കണ്ടിട്ട് ആ റോഡ് വഴിയോരങ്ങളില് പച്ചപുച്ഛമടക്കി എല്ലാവരും സ്വീകരിക്കുന്ന ആ ഒരു നിലപാടില് ഇങ്ങനെ ഒരു സംഭവിച്ചു എന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആ സിംഹകുട്ടികളായിട്ടുള്ള അത് നമ്മുടെ കൊട്ടാരക്കര മാത്രമല്ല, കേരളത്തിലെ ഭാരതം മുഴുവൻ. അപ്പം ഇവിടെ കണ്ണൂര് മുനീശ്വരൻ കോവിൽ എന്ന് പറയുന്ന ഒരു കണ്ണൂർ ടൗണിൽ നടക്കുക മുനീശ്വരൻ കോവിലിന്റെ മുന്നില് കുറെ കാലം നമ്മുടെ സമരത്തിന്റെ വേറെ രീതി സത്യാഗ്രഹം ഇരിക്കുകയായിരുന്നു. സത്യാഗ്രഹം ഇരിക്കുന്ന സമയത്ത് അന്നത്തെ അവിടുത്തെ
മഹാത്മാഗാന്ധി കീഴയിൽ മഹാത്മാഗാന്ധി കീഴിൽ അവർ ഈ പുലിക്കോടന്മാരാകുന്ന സംഘവും അവരോട് ചോദിച്ച ഒരു കാര്യമുണ്ട്. ചത്ത ഗാന്ധിക്ക് കീഴായി വിളിക്കാതെ ജീവിച്ചിരിക്കുന്ന ഗാന്ധിക്ക് കീഴായി വിളിക്കും എന്നാ പറഞ്ഞത്. അവരുടെ ലാത്തി ഒടിഞ്ഞു. ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ മർദ്ദിച്ച് അവരുടെ ലാത്തി ഒടിഞ്ഞു. അത്ര ക്രൂരമായി മർദ്ദിച്ചു ഈ പുലിക്കോടന്മാരാകുന്ന സംഘവും. അപ്പൊ അങ്ങനെ ഭീതിജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യ സമരം നടത്തിയത്. മറ്റെല്ലാവരും മാറി നിന്നു. അത് നമ്മുടെ വലിയ പുലിക്കുട്ടികള് അല്ലെങ്കിൽ വിപ്ലവ വീരന്മാര്, തൊഴിലാളി പ്രസ്ഥാനങ്ങള് ഇവരെല്ലാം നിർജീവമായിട്ട് അവരൊന്നും ത്യാഗം ചെയ്യാൻ തയ്യാറായില്ല. അവരൊന്നും അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ഒരു ചെറു വിരലനക്കാൻ തയ്യാറായില്ല. അപ്പം രാഷ്ട്രീയ സ്വയംസേവക സംഘം അത് രാഷ്ട്രത്തിന് വേണ്ടിയുള്ളതാണ്, രാഷ്ട്രത്തിന്റെ സംഘടനയാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘം മുന്നോട്ട് വന്നു. നമ്മുടെ ജനങ്ങളെ സംഘടിപ്പിച്ച് അതിശക്തമായി സമരം നടത്തി. അങ്ങനെ 1997 അന്ന് 97 ശ്രീമതി ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് നമുക്കറിയാം ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളും ഈ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് കോൺഗ്രസിനെ അപ്പടി പരാജയപ്പെടുത്തി. പക്ഷേ നമ്മുടെ കേരളം മാത്രമാകരുത്, യുപിയിലും ബീഹാറിലും ബംഗാളിലും ഒക്കെ ഉള്ള എല്ലാ സംസ്ഥാനങ്ങളും കോൺഗ്രസിനെ തൂത്തുവരിയിരുന്നു. അവർക്ക് ഒരു സീറ്റ് പോലും കിട്ടിയിരുന്നില്ല യുപിയിലും ഒക്കെ. അത്ര ദയനീയമായി കോൺഗ്രസ് പരാജയപ്പെട്ടു. ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു. അതുപോലെ അത് ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടത് രാജ്നാരായൺ എന്ന് പറയുന്ന അറിയപ്പെടാത്ത ഒരു സോഷ്യലിസ്റ്റ് നേതാവിനോടാണ് ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടത്. അപ്പൊ അങ്ങനെ വമ്പിച്ച പരാജയം ഏറ്റെടുത്ത് അവിടുത്തെ ഭരണം നമ്മളെ വളരെയധികം ആശങ്കയോട് കണ്ടിരുന്ന ആ ഭരണകൂടത്തെ മാറ്റി ഭരിച്ചു. അന്ന് അതൊരു വലിയൊരു സന്തോഷം, അങ്ങേയറ്റം ദേശസ്നേഹികൾക്ക് ആ ഇന്ദിരാഗാന്ധിയുടെ പരാജയം, ഭരണകൂടത്തിന്റെ മാറ്റം വളരെയധികം സന്തോഷം. ജീവിതത്തിൽ എന്നും ഓർമ്മിക്കുന്നതാണ് ഇന്ദിരാഗാന്ധി എന്ന റേഡിയോ ഉള്ളൂ. അന്ന് ടി വി ഒന്നുമില്ല. ടി വി ഒക്കെ വരുന്നത് നമ്മുടെ ഒരു 80 ആദ്യകാലത്താണ് ടി വി ഒക്കെ വരുന്നത്. ഭരണമാറ്റമൊക്കെ ആ ഭരണമാറ്റത്തില് മൊറാർജി ദേശായി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി, അടൽ ബിഹാരി വാജ്പേയി ഇവരെയൊക്കെല്ലാം ജയിലിലിട്ടിരുന്നു. ഭാരതത്തിലെ ദേശീയ നേതാക്കന്മാരെ എല്ലാം തുറങ്കിൽ അടച്ചിരുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സർസംഘചാലകായിരുന്നുള്ള പരമ്പൂജനീയ ദേവസ്രീ ജയിലടച്ചിരുന്നു. ജയപ്രകാശ് നാരായണനെ ജയിൽ അടച്ചിരുന്നു. ഇന്ത്യക്ക് അന്ന് പറയുമായിരുന്നു, നെഹ്റുവിന് ശേഷം ഇന്ത്യയുടെ ചർച്ച ചെയ്തിരുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായ ശേഷം നെഹ്റുവിന് ശേഷം ആരാണ് പ്രധാനമന്ത്രി എന്ന് ചിന്തിച്ച സമയത്ത് പത്രങ്ങളെല്ലാം എഴുതി ജയപ്രകാശ് നാരായണൻ, സർവോദയ നേതാവ് ജയപ്രകാശ് നാരായണൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പാറ്റ്നയിലൊരു ലോക സംഘർഷ സമിതിയുടെ നേതൃത്വത്തിൽ വലിയ ഒരു സമരം സംഘടിപ്പിച്ചു. അന്ന് അവിടെ ബീഹാറിൽ ഒരു 2-3 വർഷം മഴ പെയ്തില്ല, പട്ടിണി. ഗവൺമെന്റുകളൊക്കെ അതിനെ മുഖം തിരിഞ്ഞു വന്നു. ആ സമയത്ത് പട്ടിണി പാവങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ജയപ്രകാശ് നാരായണൻ ബീഹാറിന്റെ തലസ്ഥാനമായ പാറ്റ്നയിലെ ഒരു വലിയ ജാഥ നടത്തി. അത് എല്ലാവരും അന്ന് ഈ ജാഥയിൽ പങ്കെടുത്ത ഈ പട്ടിണി പാവങ്ങളെല്ലാം കയ്യിലെ ഒരു സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ അലൂമിനിയം പാത്രം അത് കൊട്ടിക്കൊണ്ടാണ് പാറ്റ്നയിലെ തെരുവിലൂടെ അവരെ ജാഥ നയിച്ചത്. ആ ജാഥയിലെ കോൺഗ്രസുകാര്, അന്ന് കോൺഗ്രസിന്റെ പോലീസ് പട്ടാളം ഈ ജാഥയെ ആക്രമിച്ചു. ഈ പാവപ്പെട്ട ആളുകളെ അടിച്ചോടിച്ചു. മാത്രമല്ല ഈ സമയത്ത് ജയപ്രകാശ് നാരായണനും നാനാജി ദേശ്മുഖ് ആ സംഘപ്രവർത്തകനാണ്. നാനാജി ദേശ്മുഖ് നാനാജി ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ഈ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയില് അദ്ദേഹത്തെ മന്ത്രിയാകാനായിട്ട് ക്ഷണിച്ചു. പക്ഷെ നാനാജി എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട, ജനസേവനമാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ രീതി എങ്ങനെ പോയി. ഗോണ്ട പദ്ധതി, പാവപ്പെട്ട ആളുകൾക്ക് ജലം നൽകുന്നതിന്, ശുദ്ധജലം നൽകുന്നതിനുള്ള ആ പദ്ധതികളുമൊക്കെ സ്വന്തം നമ്മുടെ നാടിന് അനുയോജ്യമായ രീതിയിൽ കുടിവെള്ള പദ്ധതിയൊക്കെ ഏർപ്പെടുത്തി
ഒരു സേവാ പ്രവർത്തനത്തിലാണ് നാനാജി ദേശ്മുഖ്. ഈ നാനാജി ദേശ്മുഖ് ഈ പോലീസുകാരന്റെ ഈ രാത്രി ജയപ്രകാശ് നാരായണന്റെ തോളിൽ കൊള്ളുന്നതിന് മുമ്പ് അദ്ദേഹം തടഞ്ഞു. അദ്ദേഹം ചാടി വീണ് ഈ പോലീസുകാരനെ അടി. ഇല്ലാത്ത പാവപ്പെട്ട ആളുകളെ സംഘടിപ്പിക്കുന്നതിന് ഈ സമരം മുന്നോട്ട് പോയാൽ തങ്ങൾക്ക് ആപത്താണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ. അപ്പം അത്ര ക്രൂരമായ കഠിനമായ ഒരു അന്തരീക്ഷമായിരുന്നു ഇതിനെ നമ്മുടെ യുവാക്കന്മാര് യുവ കേസരികൾ നേരിട്ടത്. അത് എത്ര അതിനെക്കുറിച്ച് പുസ്തകങ്ങളൊക്കെ ഇന്നുണ്ട്. പക്ഷെ ആ പുസ്തകങ്ങൾ അതിന് ഇടയ്ക്ക് വെച്ചത് എന്നെ എടുത്തു നിർത്തി. കാരണം നമ്മൾ ആ സ്വാതന്ത്ര്യം നേടിയ ആ ഒരു കഥ അത് നമ്മൾ അറിഞ്ഞാൽ മതി. കാരണം അത്തരത്തിലുള്ള അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ചരിത്രം തിരുത്തി എഴുതാൻ ശ്രമിച്ചു. ചരിത്രം നമ്മുടെ ഭാരതത്തിന്റെ ചരിത്രം നമുക്കറിയാവുന്ന ഒരു ചരിത്രമുണ്ടല്ലോ ഭാരതം. ആ ഭാരതത്തിലെ നമുക്ക് അംബേദ്കർ ഭരണഘടനായിട്ടുള്ള അംബേദ്കറുണ്ട്, അതുപോലെ വല്ലഭായ് പട്ടേലുണ്ട്, രാജേന്ദ്ര പ്രസാദ്, ബാലഗംഗാധര തിലകൻ, ഗോഖലെ, അങ്ങനെ എത്രയെത്ര ദേശാഭിമാനികൾ വേണമെങ്കിലും പ്രകൃതിക്ഷോഭങ്ങൾക്കൊക്കെ അതിജീവിക്കത്തക്ക രീതിയിൽ ഭൂകമ്പമായാലും ശരി, അഗ്നിയായാലും പ്രളയമായാലും അതിനെയെല്ലാം അതിജീവിക്കത്തക്ക തരത്തില് റെക്കോർഡിൽ അവര് പ്രത്യേകമായി അത് കുറിച്ചിട്ടു. ആ സമയത്ത് നമ്മളതിനെ എതിർത്തു. ഇതെന്താണ് ഈ സംഭവം, ഈ കുറിച്ചിട്ടിരിക്കുന്ന ചരിത്രരേഖ എന്താണെന്ന് അറിയാൻ വേണ്ടി അവരുടെ പാർലമെന്റിൽ ശക്തമായി വാദിച്ചു. അവസാനം ജനതാ ഗവൺമെന്റിന്റെ അവരുടെ ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഒരു കാര്യമായിരുന്നു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ ചരിത്രരേഖകൾ കുറിച്ചെടുത്ത് പരിശോധിച്ച് എന്താണ് അതിലുള്ളതെന്ന് പൊതുജനങ്ങളെ അറിയിക്കുമെന്ന് പറഞ്ഞു. അത്രം ആ ഒരു ശ്രമം കൊണ്ടാണ് ഈ മഹാന്മാരായ ആളുകളുടെ ആരുടെയും പേരില്ല അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട്. അങ്ങനെ സ്വാർത്ഥതയും രാഷ്ട്രവിരുദ്ധവും രാഷ്ട്രത്തിന്റെ ചരിത്രവും ഒക്കെ നമസ്കരിക്കുന്ന രീതിയിലുള്ള ചരിത്രമില്ല. അതിനെ സുബ്രഹ്മണ്യ സ്വാമി അപ്പോ അവർക്കൊരു നിവർത്തിയില്ല. തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഡെമോക്രസിയോടുള്ള ആ ഒരു ആഗ്രഹങ്ങളൊന്നുമല്ല. ചിലപ്പോ അവരുടെ സ്വന്തം ജീവൻ തന്നെ ചിലപ്പോൾ ഈ രീതിയിൽ പോവുകയാണ്, നഷ്ടപ്പെടുമെന്നൊരു തോന്നൽ അവർക്കുണ്ടായി. കാരണം അന്ന് നേതാക്കന്മാരെ എല്ലാം കുറികൾ അടച്ചിരുന്നല്ലോ. സംഘത്തിന്റെ ആയാലും BJP ആയാലും ലോക സംഘർഷ സമിതിയുടെ ഒക്കെ നേതാക്കന്മാർ കുറികളായിരുന്നു. അന്ന് ആ സമയത്ത് ഇന്ത്യൻ പാർലമെന്റില് രാജ്യസഭാ മെമ്പറായിരുന്ന സുബ്രഹ്മണ്യ സ്വാമി, ചെറുപ്പക്കാരനായ യുവാവായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമി പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഹൈ സെക്യൂരിറ്റിയാണ്. ഒരു ഈച്ച പോലും അധികാരികൾ അറിയാതെ പാർലമെന്റിൽ കയറാൻ പറ്റില്ല. അത്തരത്തിൽ ഹൈ ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത് ഒരു തവണ പാർലമെന്റ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ സുബ്രഹ്മണ്യ സ്വാമി എഴുന്നേറ്റ് ഒരു ചോദ്യം ചോദിക്കുന്നു. ഇന്ദിരാഗാന്ധി കൊണ്ടാ പാർലമെന്റിൽ. അപ്പോ അവരാകെ ഞെട്ടിപ്പോയി. കാരണം ഈ സുബ്രഹ്മണ്യ സ്വാമിയെ അറസ്റ്റ് വാറന്റും അതിനപ്പുറമുള്ള എല്ലാം നടപടികൾ സ്വീകരിച്ചിരിക്കുന്ന ആൾ ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസുകാരുടെ സദസ്യരുടെ പ്രധാനമന്ത്രിയുടെ ഒക്കെ കണ്ണു തെളിഞ്ഞു. അത്ര ഇതൊക്കെ അവരെ ചിന്തിപ്പിച്ചു കാണും. അങ്ങനെയാണ് പാർലമെന്റ് ഇലക്ഷൻ നടത്താനായിട്ട് തീരുമാനിച്ചതും അവർ വാങ്ങുകയും പരാജയപ്പെട്ടു. അവർ ആ ഇലക്ഷൻ വന്നു. മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായി. ആ മൊറാർജി ദേശായി പ്രധാനമന്ത്രിയുടെ മന്ത്രിസഭയില് അടൽ ബിഹാരി വാജ്പേയി നമ്മുടെ ആദ്യത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായി. അദ്വാനി ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററായി. അങ്ങനെ പെട്ടെന്നൊരു വമ്പിച്ച മാറ്റം വരും. നമുക്ക് റേഡിയോയില് നമുക്ക് കോൺഗ്രസിന്റെയോ അതുപോലെ ദേശവിരുദ്ധരായിട്ടുള്ള പ്രസ്ഥാനങ്ങളോ വാർത്തകളോ മാത്രമേ കിട്ടിയിട്ടുള്ള സ്ഥാനത്ത് അദ്വാനി ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ആയതോടുകൂടി നമുക്ക് ലോകം തുറന്നു കിട്ടിയതുപോലെ. ഇപ്പൊ നമ്മൾക്ക് അറിയാം, ചിലപ്പോ ഈ നമ്മൾ വെളിയിലൊക്കെ പോയി ഉത്തരേന്ത്യയിലൊക്കെ യാത്ര കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ സ്വന്തം വീടുകളിൽ വരുമ്പോ നമുക്കുണ്ടാകുന്ന സന്തോഷമുണ്ട്. അതായത് എരിയും പുളിയും ഒന്നും ഇല്ലാതെ ഉത്തരേന്ത്യൻ ഭക്ഷണം കഴിച്ച് തിരിച്ച് വീട്ടിൽ വരുമ്പോ നമ്മുടേതായ കറികളൊക്കെ കുട്ടികൾ ഊണ് കഴിക്കുമ്പോൾ എത്ര സന്തോഷമാണ്. അതുപോലെ സന്തോഷമായിരുന്നു അദ്വാനി നമ്മുടെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററായ സമയത്ത് സമൂലമായ പ്രതിബന്ധനം. അപ്പൊ ഞാൻ എനിക്ക് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇന്ന് നമ്മുടെ ഈ ഒരു ലോകത്തിന്റെ പ്രധാനമായ ഉദ്ദേശം നമ്മുടെ ഈ
അടിയന്തരാവസ്ഥയില് എല്ലാം ത്യജിച്ച് എല്ലാം നമ്മുടെ ഭാവി എല്ലാം എന്താകുമെന്ന് പോലും ചിന്തിക്കാതെ ഈ സമരത്തിൽ രാഷ്ട്രത്തിന് വേണ്ടി അവരുടെ ജീവൻ ഹോമിച്ച വീരപുരുഷന്മാർ, വീരകേസരികൾ, അവരെ ആദരിക്കുക എന്നുള്ള ചടങ്ങാണ്. ഇവരെല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഏറ്റവും അടുത്ത സംഘത്തിൽ ഇവിടെ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. ഇവർക്കെല്ലാം പലർക്കും ഈ പറഞ്ഞ ഒരുപാട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പലർക്കും അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. ആരോഗ്യമായ പോലീസ് മർദ്ദനം കൊണ്ട് ആരോഗ്യകരമായ പല പ്രശ്നങ്ങളുണ്ട്, പലതരത്തിലുള്ള വൈഷമ്യങ്ങളുണ്ട്. ആ വൈഷമ്യങ്ങൾ എല്ലാം നേരിട്ടുകൊണ്ട് ഈ രാഷ്ട്രത്തിന് വേണ്ടി രാഷ്ട്രായ സ്വാഹ ഇതം നമ പഴമ്പൂജിനെ ഗുരുജി പറയും. നമ്മളിതെല്ലാം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ്, രാഷ്ട്രത്തിന് വേണ്ടിയാണ്. രാഷ്ട്രായ സ്വാഹ, രാഷ്ട്രത്തിന് വേണ്ടി. ഇതം നമ, ഇത് എന്റേതല്ല, ഇതെനിക്ക് വേണ്ടിയുള്ളതല്ല, രാഷ്ട്രത്തിന് വേണ്ടിയാണ്. എല്ലാം രാഷ്ട്രത്തിന് വേണ്ടി ആഹൂതി ചെയ്ത ഈ രണകേസരികളെ, വീരകേസരികളെ ഞാൻ അങ്ങേയറ്റം അവരുടെ പാതാരങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി ശിവാസ്തേനെ ആദരവോട് ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, അതോടൊപ്പം തന്നെ നമ്മുടെ ഉദ്ഘാടകൻ, നമ്മൾ അറിയാതെ ഒരു അതിഥി കൂടെ ഇവിടെ വന്നു കയറി. അദ്ദേഹത്തിന്റെ പേര് രവീന്ദ്രനാഥ് എന്നാണ്. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര അപ്പുറത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹം എന്നെ വിളിച്ച സമയത്ത്, വേറെ വഴിക്ക് പോയ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു ചടങ്ങുണ്ട് എന്ന് അദ്ദേഹത്തിന് സൂചിപ്പിച്ചു. അദ്ദേഹം തിരിച്ചു വന്ന വഴിക്ക് ഇവിടെ വണ്ടിയിൽ ഇറങ്ങി ഈ പരിപാടിയിൽ സന്ദർശിച്ചിട്ട് പോകാം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചാണ് അദ്ദേഹം വന്നിട്ട് പോയത്. ഇതിന്റെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ നേരത്തെ അവിടെ സൂചിപ്പിച്ചു. നമ്മുടെ പുതിയ തലമുറ നമ്മുടെ സംഘചരിത്രം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മുടെ ദിവാരൻ ചേട്ടൻ ഒരു പുസ്തകം തയ്യാറാക്കി. ഞാൻ അദ്ദേഹത്തിനെ അഭിനന്ദിക്കുന്നത് നമ്മുടെ നേരത്തെ സത്യാത്മക്ക് പറഞ്ഞ പോലെ നമ്മുടെ പുനലൂർ സംഘജില്ലയുടെ ആദ്യം തൊട്ട് ഇന്ന് വരെയുള്ള പ്രവർത്തനങ്ങളും അതിന്റെ രീതികളും അതിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചൊക്കെ വളരെ വ്യക്തമായി. പിന്നെ ചടയമംഗലത്ത് പറയുന്ന സമയത്ത് നമ്മുടെ ജടായുപ്പാറ, ആ ജടായുപ്പാറയുമായി ബന്ധപ്പെട്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ ജടായുപ്പാറ ഇവിടെ നിലനിൽക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വളരെ വിശദമായി അദ്ദേഹം ആ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പക്ഷേ എനിക്ക് അത്ഭുതമായി പോയി. കാരണം എന്താണെന്ന് വെച്ചാല് ഈ പുസ്തകം ഇങ്ങനെ എനിക്ക് തോന്നുന്നത് മുൻകൂട്ടി കണ്ടു കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒറ്റ ദിവസം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല. സംഘടനാ പ്രവർത്തനത്തിന്റെ ചുമതല ഏറ്റെടുത്ത ആ കാലഘട്ടം തൊട്ട് തന്നെ ഞാൻ പലപ്പോഴും അറിയാത്തത് ഓർമ്മിക്കാത്ത ധാരാളം കാര്യങ്ങളുണ്ട്. അതെല്ലാം അദ്ദേഹം നോട്ട് ചെയ്ത് വെച്ചിരുന്നു. വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായിട്ടാണ് ആ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തൊട്ട് ഇന്ന് വരെയുള്ള ഈ ചരിത്രം അത് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അത് ചെറിയ രീതിയിൽ ചിന്തിക്കില്ല. എന്നെ കൊണ്ടാണെങ്കിൽ ഒരു നിമിഷം പോലും മെനക്കെടാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം അതിന് ആത്മാർത്ഥമായി താല്പര്യമെടുത്ത് അത് ചെയ്തതിൽ ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. പിന്നെ മറ്റൊരു സംഗതി എനിക്ക് അത് സൂചിപ്പിക്കുവാനുള്ളത്, പറ്റുന്നവരെല്ലാം ആ പുസ്തകം വാങ്ങിപ്പോകണം. ഇത് നമ്മുടെ ഒരു നിധിയാണ്. നാളൊരു സമയത്ത് സംഘത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള, സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ബോധ്യപ്പെടാനും അതിന്റെ പ്രവർത്തന രീതികളെ സംബന്ധിച്ചും ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും ബോധ്യപ്പെടാനും ഈ പുസ്തകം നമ്മളെ ഉപകരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ വസ്തുത. അതുകൊണ്ട് പരമാവധി ആൾക്കാർ ആ പുസ്തകം കൂടെ വാങ്ങിപ്പോകണം എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ അടിയന്തരാവസ്ഥയെ പറ്റി ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ സമയക്കുറവുകൊണ്ട് എനിക്കതിനെപ്പറ്റി വിശദമായി പറയാൻ സാഹചര്യമില്ല എന്നുള്ളതാണ് ഞാൻ ആദ്യം സൂചിപ്പിക്കുന്നത്. ചിലപ്പോൾ ഒരു ദിവസമോ 2 ദിവസമോ പറഞ്ഞാൽ തീരാത്തതായ സംഭവങ്ങളാണ് ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ളത്. അതായത് ഞാൻ ഈ അടിയന്തരാവസ്ഥയുടെ ഒരു സംഘടനയുണ്ട്, എമർജൻസി മീറ്റിംഗ് അസോസിയേഷൻ. ഞാൻ അതിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്.
തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നുണ്ട്. എല്ലാ ജില്ലയിലും ജില്ലാ കമ്മിറ്റികളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഓരോ കമ്മിറ്റിയിലും പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് എനിക്കുണ്ടാവുന്നതായ കുറെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കുറെ അനുഭവങ്ങളുണ്ട്. എനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ആ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും എന്റെ മനസ്സിന് സുഖം കിട്ടുന്നതും ഓരോരുത്തരുടെ വേദന കേൾക്കുന്ന സമയത്ത് അതിന് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സമയങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഏതാണ്ട് 1,74,000 പേര് അടിയന്തരാവസ്ഥയിൽ, ഞാൻ ആ മുൻപുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞില്ല, ഇവിടെ അധികാര സഭ സൂചിപ്പിച്ചതുണ്ട്. 1,74,000 പേര് നമ്മുടെ ഭാരതത്തിൽ അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്ത് അറസ്റ്റ് വരിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തില് ഏതാണ്ട് 7,134 പേരാണ് ആ രീതിയിൽ സമരം ചെയ്ത് അറസ്റ്റ് വരിച്ചിരിക്കുന്നത്. നമ്മുടെ കൊല്ലം ജില്ലയില് 26 പേരാണ് സമരം ചെയ്ത് അറസ്റ്റ് വരിച്ചത്. ഞാൻ സൂചിപ്പിക്കുന്നത്, അന്ന് ഈ സമരത്തിന് പോയ ആൾക്കാര് 95% വെറും സാധുക്കളും പാവങ്ങളാണ്. അവര് കൃഷി ചെയ്യുന്നവര്, കർഷകരായിട്ടുള്ള ആൾക്കാര്, കൂലിപ്പണി എടുക്കുന്നവര്, ആ തരത്തിലുള്ള ആൾക്കാരാണ് അന്ന് സമരത്തിന് പോയത്. ഏതാണ്ട് 95%, 5% ആൾക്കാർ മാത്രമേ അല്ലാത്ത തരത്തിലേക്ക് സമരത്തിലേക്ക് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് അതിന്റെ വസ്തുത. ഞാൻ പറഞ്ഞു വരുന്നത്, വാസ്തവത്തിൽ ഇന്നത്തെ അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. പോലീസിന്റെ ക്രൂരമായ മർദ്ദനങ്ങളേറ്റ് ജീവിക്കാൻ നിവർത്തിയില്ല, ഒരു നേരത്തെ മരുന്നിന് വകയില്ല, ആ തലത്തിൽ ജീവിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഏതാണ്ട് 2000-ൽ പുറത്ത് ആൾക്കാര് അസുഖം ബാധിച്ച് പോലീസിന്റെ ക്രൂരമായ മർദ്ദനങ്ങളേറ്റ് മരണപ്പെട്ടു കഴിഞ്ഞു, നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. ആഴ്ചയിൽ 1-2 പേര് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഏതാണ്ട് 65 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാരാണ് അന്ന് അടിയന്തരാവസ്ഥയിൽ പോയിട്ടുള്ളത്. അതായത് 18 വയസ്സ് തൊട്ട് 24-25 വയസ്സ് വരെയുള്ള ആൾക്കാർ, പിന്നെ കുറെ മുതിർന്ന ആൾക്കാരും ഒക്കെ. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വന്നത്, അന്നത്തെ പോലീസിന്റെ ക്രൂരമായ മർദ്ദനം, അതായത് ഇനി ജീവിക്കാൻ പാടില്ല. ഈ അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്യുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ നേതാക്കന്മാരായാലും ശരി, ജനസംഘത്തിന്റെ നേതാക്കന്മാരായാലും ശരി, ഇനി ജീവിക്കാൻ പാടില്ല, ആരോഗ്യപരമായി ജീവിക്കാൻ പാടില്ല. നമുക്കറിയാൻ സാധിക്കും, പോലീസ് ഒന്ന് പിടിച്ചോണ്ട് പോയാൽ ഒരുപക്ഷെ ചള്ളക്കൊരു അടി കൊടുക്കും, കുഴിക്കുത്തി മുതുകത്തൊരു ഇടി കൊടുക്കും. ഇതൊക്കെ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്, നമ്മളൊരു പക്ഷെ ചിന്തിക്കും. അന്നത്തെ മർദ്ദനങ്ങൾ ഈ രീതിയിലൊന്നുമല്ല. ഏതാണ്ട് 16 മർദ്ദന മുറകളാണ് അന്നത്തെ പോലീസുകാര്. അവര് വിദേശത്തൊക്കെ പോയി പഠിച്ചു വന്ന പുലിക്കോടും നാരായണും ലക്ഷ്മണനും ഒക്കെ പിന്നെ വിദേശ രാഷ്ട്രങ്ങളിൽ പോയി പഠിച്ചുകൊണ്ട് വന്ന മർദ്ദന മുറകളാണ്. 16ഓളം മർദ്ദന മുറകള്. അതിൽ പ്രധാനപ്പെട്ടതാണ് അതായത് കാവടിയാട്ടം, അതോടൊപ്പം തന്നെ പിന്നെ ഗരുഡം പറത്തല്, പട്ടിപ്പൂട്ട്, പിന്നെ ഉരുട്ടല്, ഇങ്ങനെ തുടങ്ങി 16ഓളം മർദ്ദന മുറകളുണ്ട്. എന്താണ് ഈ ഗരുഡം പറത്തല്? കെട്ടി ആ രാത്രിയിൽ കൈ വെച്ച് കെട്ടി ഭിത്തിയിൽ ചേർത്തായാലും ശരി, മുതോർത്തായാലും ശരി, എവിടെയായാലും തൊഴിക്കുന്ന ആ രംഗം. പിന്നെ ഉരുട്ടല് എന്താണ്? ഒരു ഡെസ്കിന്റെ മുകളിൽ കിടത്തിയിട്ട് ഒലക്കൈ എടുത്ത് മനുഷ്യന്റെ ശരീരത്തിലൂടെ 2 പോലീസുകാർ അപ്പുറവും ഇപ്പുറവും നിന്ന് അമർത്തി പിടിച്ച് തുടകളിൽ കൂടെ ഉരുട്ടി. ആ സമയത്ത് സംഭവിക്കുന്ന ബുദ്ധിമുട്ടെന്താണ്? ആ അനുഭവിക്കുന്ന ആളിന് തുടയിലുള്ള അസ്ഥിയിൽ നിന്നും മാംസങ്ങൾ വിട്ട് വേദനിക്കുന്ന രംഗമാണ്. ഇത്രയും ക്രൂരമായ മർദ്ദനങ്ങളായിരുന്നു അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ CPI അച്യുതമേനോൻ മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ K. കരുണാകരൻ ആഭ്യന്തരമന്ത്രി ഇതിലങ്ങ് ആസ്വദിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഇവരാള് ഈ ഇപ്പം ഓരോ ആഴ്ചയിലും ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഇങ്ങനെ ഈ MSc വിക്കിംഗ് അസോസിയേഷന്റെ മാധ്യമത്തിൽ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും വേദനയോടുകൂടിയാണ് പറയുന്നത്. എനിക്ക് വളരെയധികം വേദന ഉണ്ടായ ഒരു സംഭവമുണ്ട്. അദ്ദേഹം മാധ്യമത്തിന്റെ മുമ്പിൽ സംസാരിക്കുവാൻ വേണ്ടി തയ്യാറായ സമയത്ത് പൊട്ടിക്കരയുകയാണ്. പൊട്ടിക്കരയുന്ന രംഗമാണ് എനിക്ക് കാണാൻ സാധിച്ചത്.
കാരണം എന്താണെന്നറിയാമോ? അദ്ദേഹം ഇന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ചെറുതല്ല. വീട്ടിൽ യാതൊരു ബന്ധവുമില്ല. ഭാര്യയും മക്കളും നാട് നന്നാക്കാൻ പോയ ആള് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ് അദ്ദേഹത്തെ. വീട്ടിലിരിക്കില്ല. വിശ്വഹിന്ദു പരിഷത്തിന്റെ ഓഫീസിൽ പോയി രാവിലെ പോയി അവിടെ ഇരിക്കും. ഉച്ചയ്ക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കിട്ടും. വൈകിട്ട് വരുന്ന രാത്രിയിൽ വീട്ടിൽ വരുന്ന സമയത്ത് അവിടെ ഭക്ഷണം ഉണ്ടാക്കി എടുത്ത് വീട്ടിൽ കിടക്കും. കാരണം ഇദ്ദേഹം അസുഖം ബാധിച്ച് ഇത് പറഞ്ഞു അദ്ദേഹം പൊട്ടിക്കരയുന്നു. അദ്ദേഹത്തിന്റെ ചെവിക്കവിനടിച്ച് ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു, ചതഞ്ഞുപോയി, തകർന്നുപോയി. ഞാൻ സൂചിപ്പിച്ചത് ഈ രംഗം അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് അഭിമുഖത്തിൽ ഇരിക്കുന്ന ആ രംഗം കണ്ടപ്പോഴാണ് എനിക്ക് വേദന ഉണ്ടായത്. ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഇന്ന് നമ്മുടെ കൊല്ലം ജില്ലയില് കൊട്ടാരക്കര താലൂക്കില് ചടയമംഗലത്ത് നിന്നാണ് നമ്മുടെ 6 പേരും, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ, അങ്ങനെ 7 പേരാണ് അവിടെ പോയത് സമരം ചെയ്യാൻ വേണ്ടി. അപ്പോഴന്ന് തീരുമാനിച്ചത് എല്ലാ തിങ്കളാഴ്ചയും 11 പേര് കുറയാത്ത, അതായത് നവംബർ 14, 75 നവംബർ 14 തീയതി തൊട്ട് എല്ലാ തിങ്കളാഴ്ചയും എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും 11 പേര് കുറയാത്ത രീതിയിലുള്ള സംഖ്യയിലുള്ള സമരമാണ് പറഞ്ഞത്. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. പലർക്കും ആ സമയത്ത് ഒഴിവായി നിൽക്കേണ്ടി വന്നു പല രീതിയിൽ. കാരണം ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും. ഒരുപക്ഷെ പോലീസിന്റെ നമ്മള് നിലവിളക്ക് കൊളുത്തി വെച്ച് പ്രതിജ്ഞയെടുത്താണ് നമ്മൾ ഈ സമരത്തിന് വേണ്ടി പോയത്. അപ്പൊ സ്വാഭാവികം എന്താണ്? നേരത്തെ സൂചിപ്പിച്ചില്ലേ, തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല. അടിയന്തരാവസ്ഥ എന്തെങ്കിലും പിൻവലിക്കുന്നുള്ള പ്രതീക്ഷയില്ല. ഒരുപക്ഷെ ജയിലില് അല്ലെങ്കിൽ ലോകകപ്പിലോ കിടന്ന് മരിക്കേണ്ടി വരും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് അന്ന് ആ സമരത്തിന് പോയത് എന്നുള്ളതാണ് എന്റെ വസ്തുത. ഞാൻ പറഞ്ഞു വന്നത്, ഈ ചടയമംഗലത്തുനിന്ന് ഞങ്ങള് 6 പേരും തിരുവനന്തപുരത്ത് ഒരാളുമാണ് കൊട്ടാരക്കരയ്ക്ക് പോകുന്നത്. കൊട്ടാരക്കര ആ ഒരു സമരം മാത്രമേ നടന്നിട്ടുള്ളൂ. ഏതാണ്ട് കൊല്ലം ജില്ലയിൽ നിന്ന് തിരുവനന്തപുരത്ത് പോയി ഈ പത്തനാപുരം ആ ഭാഗത്തുനിന്ന് നമ്മുടെ ഉണ്ണിയൊക്കെ ഉണ്ട് പോയി സമരം ചെയ്തു. പിന്നെ കൊല്ലത്ത് ചെറിയ രീതിയിലൊന്നും നടന്നു ഒക്കെ സംഭവിച്ചു. പക്ഷെ കൊട്ടാരക്കരത്തെ സമരത്തിന്റെ രീതി അതല്ലായിരുന്നു. നേരത്തെ സാർ സൂചിപ്പിച്ചു. കാരണം അന്നത്തെ സ്ഥിതി എന്താണ്? എതിരെ സംസാരിക്കാൻ പാടില്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാർ മാറി നിന്നും സംസാരിക്കാൻ പാടില്ല, പത്രത്തിൽ വാർത്തകൾ വരാൻ പാടില്ല, പത്രമാരണ നിയമം, കോടതിക്ക് യാതൊരു ശക്തിയില്ല, കോടതിയൊക്കെ മൂക്കുകുത്തിയാണ്. അന്ന് DIR നിസാപ്രകാരമാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങളെ DIR മാത്രമാണ് അറസ്റ്റ് ചെയ്തത്. 14 ദിവസം കൊണ്ട് കോടതിയിൽ ഹാജരാക്കണം. പക്ഷെ നിസാപ്രകാരം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോടതി കൊണ്ടുപോകില്ല, വീട്ടിൽ വന്ന് പൊക്കിയെടുത്തോണ്ട് പോവാ. ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും തോന്നില്ല. ഒരു പോലീസുകാരൻ ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണം, മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കണം. മജിസ്ട്രേറ്റാണ് പിന്നെ തീരുമാനിക്കുന്നത് എന്ത് വേണമെന്നുള്ളത്. ഇതതില്ല, കോടതി പോലും നോക്കൂത്തിയാക്കി. അങ്ങനെ മിസാപ്രകാരം അറസ്റ്റ് ചെയ്യുന്ന നേരെ ജയിലിലേക്ക് കൊണ്ടുപോയി അടയ്ക്കുകയാണ്. അവർക്ക് പിന്നെ പുറം കാണാൻ ഒക്കില്ല. ഞങ്ങള് DIR പ്രകാരമാണ് അറസ്റ്റ് ചെയ്തത്. അത് 14 ദിവസം കൂടുമ്പോൾ ഞങ്ങളെ കോടതിയിൽ ഹാജരാക്കും. ഈ കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാവരെയും വിലങ്ങിട്ടാണ് കൊണ്ടുപോകുന്നത്, വെറുതെയല്ല കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്കുണ്ടായ അനുഭവം നേരത്തെ സാർ സൂചിപ്പിച്ചു. അതായത് കൊട്ടാരക്കര ചന്തമുക്കില് അന്ന് കുരുക്ഷേത്രം എന്ന് പറയുന്ന ലഘുലേഖ, ആ ലഘുലേഖ എന്ന് പറഞ്ഞാല് അടിയന്തരാവസ്ഥയുടെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ജനങ്ങളുടെ എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ കുരുക്ഷേത്രം എന്ന് പറയുന്ന ലഘുലേഖ. ആ ലഘുലേഖ ഞാൻ പിന്നീടാണ് അറിയുന്നത്. അരവിന്ദാക്ഷനും രാധാകൃഷ്ണനും കൂടെ ഗവൺമെന്റ് LP സ്കൂളിൽ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർക്ക് അറിയാതെ നിരന്തരമായി മാസത്തിൽ 2 ലഘുലേഖ വരുന്നത്. ആരും അറിയാതെ ഓരോ സ്ഥലത്ത് കൊണ്ട് എത്തിക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ ചടയമംഗലം മേഖലയിൽ അങ്ങോളം ഇങ്ങോളം ഈ ലഘുലേഖകൾ എത്തിക്കും. ഇവിടുത്തെ CPM-ന്റെ നേതാക്കന്മാർ പോലും ഈ ലഘുലേഖ ഒന്ന് ഒളിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അവരും കാത്ത് നിൽക്കുമ്പോഴായിരുന്നു ആ സമയത്ത്. അങ്ങനെ ആ ലഘുലേഖ കൊട്ടാരക്കര ചന്തമുക്കില് വാരി വിലക്കുണ്ട്. ഭാരത് മാതാ കീ ജയ് വിളിച്ചു നേരത്തെ സാർ വന്ന രീതിയിൽ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന് വിളിച്ചുകൊണ്ട് ആ ജാഥ മുന്നോട്ട് നടക്കുന്ന സമയത്ത് ചന്തമുക്കിൽ 4 പോലീസുകാർ പോണ്ട്. അവര് കിടുകിടാ വിറച്ചു എന്നുള്ളതാണ് അതിന്റെ സത്യം. അവര് പെട്ടെന്ന് ചാടി കടയുടെ പിന്നേക്ക് പ്രശ്നം തിരിഞ്ഞങ്ങ് നിന്ന് കളഞ്ഞു.
അങ്ങനെ പ്രശ്നം തിരിഞ്ഞ് നിന്ന് നമ്മുടെ ജാഥ മുന്നോട്ട് പോകുന്ന 7 പേരടങ്ങുന്ന ജാഥയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ആ സമയത്ത് വരുന്ന വാഹനങ്ങളെല്ലാം 2 സൈഡിലേക്ക് ഒതുക്കുകയാണ് ചെയ്യുന്നത്. നടന്നു വരുന്ന ആൾക്കാർ 2 സൈഡിലേക്ക് മാറുന്നു. ചുരുക്കി പറഞ്ഞാൽ ചന്തമുക്ക് തൊട്ട് പുലവൻ ജംഗ്ഷൻ വരെ റോഡ് കംപ്ലീറ്റ് 7 പേർക്ക് വേണ്ടി മാറി തന്നു എന്നുള്ളതാണ് അതിന്റെ വസ്തുത. അങ്ങനെ അതിനുശേഷം നേരെ KSRTC സ്റ്റാൻഡിൽ കയറുന്നു. അവിടുന്ന് 2-3 വലുതായപ്പോഴാണ് പോലീസ് ഇങ്ങനെ അവിടെ എത്തുന്നതും വാഹനങ്ങളിലായിട്ട് വന്ന് പിന്നെ ഞാൻ വേറൊന്നും പറയുന്നില്ല കൊണ്ടുപോകുന്നതും. ആ മർദ്ദനങ്ങളുടെ രീതി പലതുമുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം എന്റെ പല ബന്ധുക്കൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് അവരെ ഇന്നതുവരെ അറിഞ്ഞിട്ടില്ലാത്ത സംഭവങ്ങളാണ് പലതും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്റെ അമ്മ അന്ന് അറസ്റ്റ് വരിച്ച് ജയിലിൽ പോകുന്നത് കുടുംബങ്ങൾക്ക് ചേരാത്തതാണ് എന്ന് ചിന്തിച്ച കൂട്ടത്തിലാണ് എന്റെ അമ്മ. എന്റെ അമ്മാവൻ അങ്ങനെ ജയിലിൽ പോലീസിന്റെ ഇനിയും കൊണ്ട് ജയിലിൽ പോകുന്നത് കുടുംബക്കാർക്ക് യോജിച്ചതല്ല ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് എന്റെ അമ്മാവൻ. ഞങ്ങള് ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് പല നമ്മുടെ പ്രവർത്തകരെയും രക്ഷകർത്താക്കളൊന്നും സന്തോഷത്തോട് സ്വീകരിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങളിങ്ങനെ വീട്ടിന്റെ മുകളില് റോഡിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങളവിടെ വന്നു എന്ന് അറിഞ്ഞ സമയത്ത് അമ്മാവൻ വലിയൊരു മനോദടി എടുത്ത് രാധാകൃഷ്ണന്റെ തലവണ്ടയ്ക്ക് അടിച്ച് തലവണ്ട പൊട്ടിച്ച് അവിടെ ഇടാൻ വേണ്ടിയിട്ട് പാഞ്ഞു വരുന്ന സമയത്ത് എന്നാ അച്ഛൻ ചെയ്തോ എന്ന് പറഞ്ഞ് കൈയും കെട്ടി നിൽക്കുന്ന രംഗം ഞാൻ വിചാരിച്ചത് ആദ്യം മാറുമെന്നാണ് വിചാരിച്ചത്. ഞാൻ അവനെ എടുത്ത് ഒരിടത്തിലേക്ക് താടി, അല്ലെങ്കിൽ തലവണ്ട അടിച്ച് പൊട്ടിക്കുമായിരുന്നു. 1 വർഷം എന്റെ അമ്മ എന്നോട് കിട്ടൂലായിരുന്നു. ആഹാരം വിളമ്പി വെക്കും, എടുത്ത് കഴിക്കും. ഞാൻ പ്രസിൽ കയറണ്ട എന്നുള്ള നിർദ്ദേശം വന്നു. ഞാൻ ചുരുക്കി പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മൾ അനുഭവിച്ച എന്റെ അമ്മ മരിക്കുന്നത് വരെ ഓരോരുത്തരോട് പറയും. ഞാൻ ഒരു മോനെ പഠിപ്പിച്ച് അവനെ അധ്യാപകനാക്കി, മറ്റേ മോനെ നാടകമാക്കാൻ വിട്ടു. അവനിപ്പോ ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് പോലും നമുക്ക് ആ തരത്തിലുള്ള ഒരു സ്വീകരണം കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് മാറിയത്. എന്റെ എനിക്ക് പ്രസന്റ് എന്നോടുണ്ടായ പോലീസിന്റെ ആവേശം എന്താണെന്ന് വെച്ചാല് അന്ന് ഈ കുരുക്ഷേത്രം അടിക്കുന്നത് എവിടെയാണെന്ന് അറിയില്ല. രഹസ്യമായിട്ടാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് കുരുക്ഷേത്രം അടിക്കുന്നത്. പ്രസ്സുകാരനായ എനിക്കറിയാൻ സാധിക്കും എന്നാണ് അവരുടെ ചിന്ത. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ ഒരു ചിന്തയുണ്ട്. എന്താണ്? ഈ സംഗതി കണ്ടുപിടിച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വലിയ അംഗീകാരം കിട്ടും എന്നാണ് അവർ ചിന്തിച്ചത്. അതുകൊണ്ട് ഇതെങ്ങനെ തെളിയിക്കുവാൻ വേണ്ടി എന്നെ പ്രത്യേകം കൊണ്ടുപോയി ഒരു 3/4 മണിക്കൂർ കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഞാൻ പറയുന്നത് ഈ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ സംഘത്തിന്റെ ആ ശാഖയിൽ കൂടെ വന്നതുകൊണ്ട് സമൂഹത്തിനും നാടിനും വേണ്ടി ജീവിതം പോലും കൊടുക്കുവാൻ തയ്യാറായ പഴയകാല പ്രവർത്തകരുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ ആ മർദ്ദനങ്ങളെ പറ്റി ഞാൻ ഇവിടെ പറയുന്നില്ല. ശാരീരികമായി നമുക്ക് ഏൽക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകള് ഇന്ന് മരുന്നുമായിട്ട് കഴിയേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷെ ഞാൻ സൂചിപ്പിച്ചത് ഈ മനുഷ്യരെ, അതായത് അന്ന് അടിയന്തരാവസ്ഥയിൽ ക്രൂരമായ മർദ്ദനങ്ങളേറ്റ് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ, ഒരു നേരത്തെ മരുന്നിന് നിവൃത്തിയില്ലാതെ, ഒരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ലാതെ കഴിയുന്ന ആൾക്കാര് ഒരു മനുഷ്യ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. അവരെങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ കഴിയുന്നു എന്നുള്ളത് അറിയില്ല. അടിയന്തരാവസ്ഥ എന്താണ് എന്നുള്ളതിനെ പറ്റി അറിയാൻ ആർക്കും കഴിയുന്നില്ല. കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റാണ്. അയാൾക്ക് 5 വയസ്സേയുള്ളൂ. അടിയന്തരാവസ്ഥ സമയത്ത് പള്ളി നീക്കിട്ട് കിടക്കുന്ന സമയം. പക്ഷെ അയാൾക്ക് അറിയാൻ പറ്റൂ. അങ്ങനെ പല നേതാക്കന്മാരുടെ അവസ്ഥകളാണ് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. അപ്പോഴങ്ങനെ അടിയന്തരാവസ്ഥ എന്താണ്, അതില് നമ്മുടെ പ്രവർത്തകർ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചത്. വൈക്കം ഗോപകുമാറുണ്ട്, നമ്മുടെ ഈ എമർജൻസി വിക്കിംഗ് അസോസിയേഷന്റെ സംസ്ഥാനത്തിന്റെ രക്ഷാധികാരിയായിരുന്നു. 16 ദിവസം അദ്ദേഹത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വെച്ചിരുന്നു. ഒരു ദാഹജലം പോലും കൊടുക്കാതെ ക്രൂരമായി വർദ്ധിച്ചു. ബോധം കിടമ്പം വെള്ളം കുടയും, വീണ്ടും കുഴക്കും. അങ്ങനെ 16 ദിവസം. ഒരു കൊലക്റ്റീവ് പ്രയോഗം എന്ന് പറയുന്ന പ്രയോഗമുണ്ട്. എന്താണെന്നറിയാമോ?
ഒരു മനുഷ്യന് കയറി നിൽക്കാൻ മാത്രം പറ്റുന്ന ഒരു ഇതാണ്. റൂമെന്ന് പറയാൻ പറ്റൂല. തിരിയാനൊക്കത്തില്ല, ഇരിക്കാനൊക്കത്തില്ല, കൈ വെക്കാനൊക്കത്തില്ല, കൈയനക്കാനൊക്കത്തില്ല, ശരീരം ഇറക്കാൻ ഒക്കത്തില്ല. 4 ദിവസം അവിടെ കയറ്റി അദ്ദേഹത്തിന് നിർത്തി. മലമൂത്ര വിസർജനങ്ങൾ അവിടെ നിന്ന് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ക്രൂരമായ മനുഷ്യത്വമില്ലാത്ത രീതിയിലുള്ള മർദ്ദനങ്ങളായിരുന്നു നടന്നത് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം ഒരു രാജന്റെ സംഭവം, ഈശ്വരവാര്യയുടെ മോൻ വാസവൻ രാജന് ഈ സമരം ചെയ്യാനൊന്നും പോയതല്ല. അതിന്റെ സംഗതി എന്താന്ന് വെച്ചാല് കെ കരുണാകരൻ പങ്കെടുത്ത ഒരു മീറ്റിംഗ്, കോളേജ് വിദ്യാർത്ഥികളല്ല, ഈ കോളേജ് വിദ്യാർത്ഥികൾക്ക് കുറെ ആവേശങ്ങൾ വരും. ആ മീറ്റിംഗില് ഇയാള് എന്തോ സംസാരിക്കാൻ കെ കരുണാകരൻ ആ വേദിയിലിരിക്കുകയാണ്. ആ വേദിയിലിരിക്കുന്ന സമയത്ത് ഇയാള് ഒരു പാട്ടുണ്ടല്ലോ, ഏതോ സിനിമയിലെ സുനഹനോ ശുംഭനോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ സുനഹനോ വെറും ചുംബനോ, ഇങ്ങനെ കണ്ണാന്റെ നേരെ കൈയും ചൂണ്ടിക്കൊണ്ട്. പക്ഷേ അന്ന് ആ ചെറുപ്പക്കാരൻ ഉറങ്ങിയില്ല. ഈശ്വരവാര്യൻ എന്ന് പറയുന്ന അച്ഛൻ ആ മനുഷ്യന്റെ, നമ്മൾ സാധാരണ മരിച്ചാൽ എവിടുന്നെങ്കിലും ജഡം കിട്ടുമല്ലോ, ആ ചെറുപ്പക്കാരന്റെ ജഡം പോലും കിട്ടിയിട്ടില്ല. ഇവിടെ കക്കയും കാമ്പിലും കൊണ്ടുപോയി ഏറ്റവും ക്രൂരമായി വർദ്ധിക്കുന്ന സ്ഥലമാണ് കക്കയും കാമ്പ്. അവിടെ കൊണ്ടുപോയി ക്രൂരമായി വർദ്ധിച്ച് ഉരുട്ടിക്കൊന്ന് എവിടെയോ കൊണ്ടുപോയി നശിപ്പിച്ചു എന്നതാണ്. ഈ അച്യുതമേനോൻ മുഖ്യമന്ത്രിയെക്കാരൻ ഈശ്വരവാരി ചെയ്തു. എന്റെ മകനെവിടെ, അവന്റെ ബോഡിയെങ്കിലും എനിക്ക് കിട്ടുമോ എന്ന് ചോദിച്ച സമയത്തിന് അച്യുതമേനോൻ ചോദിച്ചതറിയുമോ, നിങ്ങളുടെ മോനെ അന്വേഷിച്ച് ഞാൻ രാവിലെ തോർത്തു എടുത്ത് തോളിയിട്ട് ഇറങ്ങണമെന്നാണ് ചോദിച്ചത്. അപ്പൊ ഈ രീതിയില് അതായത് നമ്മളെ മർദ്ദിക്കുന്ന നമ്മുടെ നിലവിളികളും മർദ്ദിക്കുന്ന ശബ്ദങ്ങളും കേൾക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാര് ഫോൺ ഡയൽ ചെയ്ത് വെച്ചു കൊടുക്കും. അന്ന് ലാൻഡ് ഫോണാണല്ലോ, ഫോൺ ഡയൽ ചെയ്ത് വെച്ചു മേശപ്പുറത്ത് വെക്കും. അവിടെ വെച്ചാണ് ചവിട്ടും തൊഴിയും ക്രൂരമായ മർദ്ദനങ്ങളും നടക്കുന്നത്. നമ്മുടെ നിലവിളി നേതാവിനെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് കൊട്ടാരക്കര ലോകകപ്പിൽ കിടക്കുന്ന സമയത്ത് രാത്രിയിൽ ഫോൺ കാളുകൾ വരുന്നുണ്ട്. എന്തൊക്കെ ചെയ്ത് എന്തൊക്കെ നടന്നു എന്നുള്ളതിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ സൂചിപ്പിച്ചു വന്നത് മനുഷ്യത്വരഹിതമായ മനുഷ്യത്വഹീനമായ പ്രവർത്തികളാണ്, മർദ്ദന മുറകളാണ് നടത്തിയത്. എനിക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്റെ അനിയന്മാരും എന്റെ കൂടെ വന്നതിന് പറഞ്ഞിട്ടില്ല. ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഞാനതിൽ അഭിമാനിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാന് മാധവപ്രസാദ് എന്ന സംഘകാരമാണ്. മാധവപ്രസാദ് അറിഞ്ഞാൽ ഈ സംഭവം നടക്കില്ല എന്ന് നല്ലപോലെ അറിയാം. ഒരു ബാച്ച് ഇവിടുന്ന് പോകണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാനും വിജയനുമായിട്ട് ഒരിടത്ത് വെച്ച് കിണറുവിളത്ത് വെച്ച് സംസാരിക്കുന്ന സമയത്ത് വിജയനാണ് എന്നെ സൂചിപ്പിച്ചത്, ചേട്ട മാധവപ്രസാദിന്റെ അവിടെ നിന്ന് ഒരാൾ ഉണ്ടാവണം ഈ സമരത്തിന്. വിജയനാണ് എന്നെ ബോധ്യം. ഞാൻ അതിനെപ്പറ്റി അത് ചിന്തിച്ചില്ല. കാരണം നമ്മൾ സമരത്തിന് പോയി കഴിഞ്ഞാൽ മാധവപ്രസാദിന് സുഖമായിട്ട് അവിടെ ജീവിക്കാനൊന്നുമില്ല. ഇവിടെ സംഘം വന്നു വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണത്. മാധവപ്രസാദിനെ ശക്തമായി എതിർക്കുന്ന ഒരു വിഭാഗം കൂടെ RSS തുടങ്ങിയത് മാധവപ്രസാദിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്ന ആൾക്കാർ അവിടെ ഉള്ളത്. സാറിന്റെ മക്കളെ വീട്ടിലിരുത്തിക്കൊണ്ട് വല്ലവന്റെ മക്കളെ പറഞ്ഞു വിട്ടു എന്നുള്ള ആരോപണം അദ്ദേഹത്തിന് വരും എന്നുള്ളത് കൊണ്ട് ഒരാള് മാധവപ്രസാദിന്റെ വീട്ടിൽ നിന്നുണ്ടാകണം എന്നോട് വിജയനാ സൂചിപ്പിക്കുന്നത്. ഞാനങ്ങനെ പോയി. കാരണം ജലി വളരെ പയ്യനാണ്. പക്ഷെ രാധാകൃഷ്ണൻ എന്ന സംഘവുമായിട്ട് അങ്ങനെ ബന്ധമൊന്നുള്ള ആളല്ല. അയാൾ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. ഞാൻ രാധാകൃഷ്ണനോട് ഈ വിഷയം പറഞ്ഞു. ഞാൻ പറഞ്ഞു, രാധാകൃഷ്ണൻ ഇതാണ് സ്ഥിതി, ഞങ്ങൾ എന്തായാലും സമരം ചെയ്യാൻ പോകാനായിട്ട് തയ്യാറായി. പക്ഷെ ഈ സമരത്തിൽ മാധവപ്രസാദിന്റെ വീട്ടിൽ നിന്ന് ഒരാൾ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ സാറിന് ഇനി ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് രാധാകൃഷ്ണനോട് പറഞ്ഞപ്പം രാധാകൃഷ്ണൻ മറ്റൊന്നും ചിന്തിക്കാതെ തയ്യാറായി എന്നുള്ളതാണ് എന്റെ വസ്തുത. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഒരുപാട് ത്യാഗങ്ങൾ അങ്ങനെ എന്റെ കൂടെ വന്നവരൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായില്ല. എന്റെ അനിയന്മാരുടെ മുമ്പിൽ വെച്ചാണ് എന്നെ വർദ്ധിക്കുന്നത്, എന്റെ മുമ്പിൽ വെച്ചാണ് അവരെ വർദ്ധിക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കേണ്ടതായ സാഹചര്യങ്ങളാണ് അവിടെ ഉണ്ടായത്. ഞാൻ ഓർക്കുന്നുണ്ട്, മർദ്ദിക്കുന്ന സമയത്ത് രാധാകൃഷ്ണൻ ചാടി എഴുന്നേക്കാൻ വേണ്ടി തയ്യാറായി. പോലീസുകാർ വിലക്കി അവിടെ ഇരുത്തുന്നുണ്ട്. ഇതായത് ഈ പട്ടിപ്പൂട്ടുണ്ടല്ലോ, പട്ടിപ്പൂട്ട് എന്താണെന്ന് അറിയാമോ? രണ്ടുപേരെ പ്രശ്നം തിരിഞ്ഞ് നിർത്തിയിട്ട്
കാലിന്റെ ഇടയിൽ കൂടെ രണ്ടുപേരും കൈയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് മുതുവത്തിന് നടുവിൽ തൊഴിക്കുന്നതാണ് പട്ടിപ്പൊട്ടെന്ന് പറയുന്നത്. അങ്ങനെ ഈ രീതിയിലുള്ള മർദ്ദനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇന്ന് പുലിക്കോടൻ ആരാന്നറിയാമോ? ഇന്ന് സന്യാസിയായിട്ട് അടക്കുക. ലക്ഷ്മണന്റെ സ്ഥിതി എന്താണെന്ന് അറിയാമോ? അയാൾ ജയിലിൽ പോകേണ്ടതായിട്ട് വന്നു. മകനൊക്കെ ഒരു ആക്സിഡന്റ് മരിച്ചു. ഒരു മകൻ സമൂഹത്തിന് കൊള്ളാത്ത രീതിയിലായിപ്പോയി. മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ക്രൂരമായ മർദ്ദനങ്ങൾ നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഭാവിയിൽ അവരുടെ ജീവിതം വളരെ കഷ്ടപ്പാടാകേണ്ടി വന്നു എന്നതാണ് സത്യം. രാമൻ നായര് ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് ഞങ്ങളെ ഉപദ്രവിച്ച രാമൻ നായര് അദ്ദേഹം മരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഈ രീതിയിൽ ദൈവത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, നാടിനു വേണ്ടി ചെയ്തത് സഹന സമരമാണ്. അന്ന് നമ്മുടെ സർസംഘചാലക് പൂജനീയ ദേവസ്തി പറഞ്ഞത് ഒരു മുട്ടുസൂചിക്ക് പോലും കേടുപാട് വരുത്താൻ പാടില്ലെന്നാണ് പറഞ്ഞത്. ഒരു മുട്ടുസൂചിക്ക് പോലും കേടുപാട് വരുത്താതെ വേണം. നമ്മൾ ഗാന്ധിയൻ മാർഗത്തിലുള്ള ഗാന്ധിയൻ മോഡലുള്ള സമരമാണ്, സഹന സമരമാണെന്ന് പറഞ്ഞത്. ആ സമരമാണ് നടത്തിയത്. ഒരാൾ പോലും ഒരു പൊതുസ്ഥാപനങ്ങളോ സർക്കാർ സ്ഥാപനങ്ങളോ സർക്കാർ സാധനങ്ങളോ നശിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ 7134 പേര് കേരളത്തിൽ അറസ്റ്റ് ചെയ്ത സമയത്ത് എല്ലാവരും സഹന സമരമാണ് നടത്തുന്നത്. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഒരു മീറ്റിംഗില് ഇതുപോലെ ദിവാകരൻ ചന്ദ്രൻ ആ മീറ്റിംഗിൽ പങ്കെടുത്തു. ആ പങ്കെടുത്ത സമയത്ത് ഞാൻ ഈ കഥകൾ കുറെ പറഞ്ഞു. അവിടെ വെച്ച് ദിവാകരൻ സാറ് ഒരാളെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായി. കൃത്യമായി 1-ാം തീയതി എന്നൊരു ദിവസമുണ്ടെങ്കിൽ അദ്ദേഹം ആ സഹായം അവിടെ എത്തിച്ചേ. അതുപോലെ 2-3 പേര് അവിടെ വെച്ച് തയ്യാറായി. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഇന്ന് ആരുടെയെങ്കിലും സഹായത്തിൽ ജീവിക്കേണ്ട ഗതികേടിലേക്ക് അവർ മാറി എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ശശി, അതായത് റവന്യൂ ജില്ലാ ശാരീരിക ശിക്ഷ പ്രമുഖായിരുന്നു. അയാളെ പറ്റി ആരും അറിയുന്നില്ല. അയാൾ മരണപ്പെട്ടു. വാസ്തവത്തിൽ ആ കുടുംബത്തിന്റെ സ്ഥിതി അവരുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല. ആ കുടുംബത്തിന്റെ സ്ഥിതി വളരെ ദയനീയമാണ്. 3 പെൺമക്കള്, ഒരു മകളെ കല്യാണം കഴിച്ചോണ്ട് പോയി. അവർക്ക് ഭർത്താവുമായിട്ട് ഇണങ്ങി ജീവിക്കാൻ പറ്റാതെ ഇപ്പൊ വീട്ടിൽ വന്ന് നിൽക്കുക, കേസ് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, അടൽജി ഫൗണ്ടേഷന്റെ പേരിൽ അവരെ ഒന്ന് സഹായിക്കുന്നുണ്ട്. ഒരു ചെറിയ തുകയാണ്, അതിൽ 2-3 പേര് കൂടിയാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സഹായിക്കുന്ന ഏതാണ്ട് 400ഓളം പേരെ കേരളത്തിൽ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ദിവാകരൻ ചേട്ടനെ പോലെ ധാരാളം പേരുകൾ ഇങ്ങനെ സ്പോൺസർ ചെയ്താണ് ചെയ്യുന്നത്. ഒരു മാസത്തിൽ പ്രിയ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് 2000 രൂപയാണ് അയക്കുന്നത്. എന്തിനുണ്ട് ഈ 2000 രൂപ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. 2000 രൂപ എന്തിനുണ്ട്? ഈ 2000 രൂപയും പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളാണ് എന്ന് പറയുന്ന സമയത്ത് വളരെ വേദനയുണ്ട്. ഞാനിത് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് അനുഭവിക്കുന്ന വേദനയാണ്. ഒരാൾക്കൊരു മാസം കിട്ടാതെ വന്നാൽ അദ്ദേഹം വിളിച്ചു ചോദിക്കും, എനിക്ക് ഈ മാസത്തിൽ കിട്ടിയില്ലല്ലോ എന്ന്. അത്രയും ഗതികെട്ട ജീവിതങ്ങളാണ് നടക്കുന്നത്. ഇങ്ങനെ പലരുമായി ഒരു പൈസ നമ്മുടെ കയ്യിൽ വാങ്ങൂല. എല്ലാ സ്പോൺസർമാരെ കണ്ടെത്തി ഓരോ കുടുംബത്തിനെയും സഹായിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഇന്ന് ഇത് ഞാൻ പറയേണ്ടി വന്നത് എവരെ പറ്റി ചിന്തിക്കാനോ മനസ്സിലാക്കാനോ കാണാനോ അവരുടെ കഷ്ടപ്പാടുകൾ അറിയാനോ ആരും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് നീങ്ങി. ഇത് ഈ എമർജൻസി വിറ്റിംഗ് അസോസിയേഷൻ ഇല്ലായിരുന്നുവെങ്കിൽ വളരെ ദയനീയമായ നമ്മുടെ പ്രസ്ഥാനത്തിന് പോലും ദോഷം വരുന്നതിന് ത്യാഗങ്ങളുടെ മനസ്സിൽ നിന്നുണ്ടാകുമായിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എന്റെ അനുഭവങ്ങളും വേദനകളും ഒക്കെ തന്നെ അവരെ പറ്റിയുള്ള വേദനകളാണ്. ആ വേദനകളാണ് എന്നും ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവർ ഒരുമിച്ച് കൂടുന്ന സമയത്ത് നിങ്ങൾക്കെല്ലാമാ 80-85 വയസ്സുള്ള ആൾക്കാരെ വടിയും കുത്തി താങ്ങിപ്പിടിച്ച് കൊണ്ടുവരുന്ന രംഗങ്ങൾ കാണാറുണ്ട്. അപ്പൊ ആ തലത്തിലേക്ക് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങള്, ഒരു അടിയന്തരാവസ്ഥ 1975 ജൂൺ 25-ാം തീയതി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ, അതായത് മനുഷ്യന് പരസ്പരം ചർച്ച ചെയ്യാനോ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ പ്രതികരിക്കാനോ കോടതി പോകാനോ പത്രമാരുടെ നിയമം കൊണ്ടുവന്ന്
മുപ്പതാണ്ട് ഗോപനും ഒക്കെ ബിലുവൊക്കെ വന്നിട്ട് ഇത് റെക്കോർഡ് ചെയ്യാണ്. അന്ന് ഇതൊന്നും പറ്റൂല, ഇങ്ങനെ പ്രസംഗിക്കാൻ പറ്റൂല. അപ്പൊ ആ ഒരു അവസ്ഥ ഇന്ന് മാറ്റിയെടുത്ത് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാക്കിയത്, നമുക്ക് 47 സ്വാതന്ത്ര്യത്തിന് ഈ കഷ്ടപ്പാടൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചു വന്നത് 1,74,000 പേര് അറസ്റ്റ് വരിച്ചിട്ടുണ്ടെങ്കിൽ അത് 7,134 പേര് കേരളത്തിലാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഇതുപോലുള്ള വാർത്തകൾ ഉണ്ടായില്ല. അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലടച്ചു. ഇത്രയും ഹീനമായ ക്രൂരമായ വാർത്തകൾ ഉണ്ടായത് കേരളത്തിലാണ്. അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. രണ്ടാം സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ പൂജനീയ സംഘചാലകർ ദേവസ്വം ജയിലിലോട്ട് പോയി. രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി തയ്യാറാവണമെന്ന് നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ ഇത് രണ്ടാം സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിക്കണമെന്നുള്ള നിവേദനങ്ങൾ പല പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നരേന്ദ്രമോദി മൈൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹത്തിന്റെ ചിന്തയും രീതിയും ഏറ്റവും മറ്റൊരു രീതിയിലേക്കാണ്. ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഈ BJP ഭരിക്കുന്ന 12ഓളം സംസ്ഥാനങ്ങളിൽ അവർക്ക് ചികിത്സാ സഹായവും അതോടൊപ്പം തന്നെ അവർക്കുള്ള പെൻഷനും കൊടുക്കുന്നുണ്ട് 12ഓളം സംസ്ഥാനങ്ങളിൽ. അവിടുത്തെ സർക്കാരുകൾ, ഇവിടെ നമ്മൾ അന്ന് CPM പുറത്താണല്ലോ, നിങ്ങൾക്കെല്ലാം പറയാം. എനിക്ക് പറയുമ്പോൾ പല കാര്യങ്ങൾ ഓർത്തേലും പറഞ്ഞു പോവാം. EMS സംഗീതം പോയി പാടിന്റെ പേരാണ് അറസ്റ്റ് ചെയ്തത്. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അത് പുറത്തിറങ്ങി. എനിക്കറിയില്ല, പലരും പറയുന്നത് മാപ്പെഴുതി കൊടുത്തിറങ്ങിയതാ പറയുന്നത്, അല്ലാതെ ഇറങ്ങാനൊക്കില്ല. പിണറായി വിജയനെ കൊണ്ടുപോയി ഉപദ്രവിച്ചു. പിണറായി വിജയനെ കൊണ്ടുപോയി ഉപദ്രവിക്കാൻ കാര്യം പോലീസിന് ഇയാളൊരു ഒരു ശത്രുത പോലെയായിരുന്നു പോലീസിന്. അങ്ങനെ കിട്ടിയ അവസരം അവർ മുതലാക്കി. ഒരാള് പോലും സമരം ചെയ്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ജയിലിൽ പോയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മുഴുവൻ സമരം ചെയ്ത് ജയിലിൽ പോയത് നമ്മുടെ RSSന്റെ ജനറൽ സെക്രട്ടറി ആൾക്കാരാണ്. ഞാൻ സൂചിപ്പിച്ചത് 1925 ഇങ്ങനൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി വളരെ പരിതാപകരമായിരിക്കുമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ഡോക്ടർ കേശവ ഹെഡ്ഗേവാർ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, ഭാരതാംബയുടെ മോചനത്തിന് വേണ്ടി അദ്ദേഹം ചിന്തിച്ചത് എന്താണ്? അദ്ദേഹവും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളാണ്. അദ്ദേഹത്തിന് ഒരു അനുഭവം ഉണ്ടായി. സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ഒരു സമ്മേളനം കൂടിയ സമയത്ത് ആരോ നിന്ന് വിളിച്ചു പറഞ്ഞു, ആ പോലീസ് വരുന്നേ. മുഴുവൻ ആൾക്കാരും അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്, അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികള്. പക്ഷെ ഡോക്ടറിന് ചിന്തിച്ചു, ഇങ്ങനെയുള്ള ഒരുപക്ഷെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ പോലും ഈ സ്വാതന്ത്ര്യം കിട്ടുന്ന ഈ രാജ്യത്തെ ഭരിക്കുവാൻ ഈ സർക്കാരിന് സാധ്യമല്ല. അതിന് അനുസരിച്ച് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ ശരീരവും മനസ്സും സമ്പത്തും കൊടുക്കുവാൻ തയ്യാറാവുന്ന ഒരു സമൂഹം ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ കേശവ ഹെഡ്ഗേവാർ 1925 സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. ഞാൻ സൂചിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം. നമ്മളാരും ചിന്തിക്കാത്ത രീതിയിൽ കേവലം 7 or 8 ചെറുപ്പം പിള്ളേരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. പക്ഷെ അതിന് വിപുലമായ ഒരു കാഴ്ചപ്പാടുണ്ടാക്കിയതും പ്രവർത്തനം ഉണ്ടാക്കിയതും നമ്മുടെ ഗുരുജി ഗോൾവർക്കറാണ്. പിന്നെ സംഘത്തിന്റെ വളർച്ചയും പോക്കും അങ്ങനെ വന്ന് ഇന്ന് നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കുവാൻ വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എനിക്കും ഇന്ത്യയിലെ ഒരു ജനതയ്ക്കും സ്വാതന്ത്ര്യമായി ഇവിടെ ജീവിക്കാൻ ഒക്കുമായിരുന്നില്ല. RSS കൂടെ വളർന്നു വന്നയാളാണ്. RSS കൂടെ വളർന്നു വന്നുകൊണ്ടാണ് അദ്ദേഹം മുഴുവൻ കാര്യം അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ ജോലിയിലാക്കിയിട്ടില്ല. വെറും ഒരു ചായ പീടിയ കടക്കാനായിട്ടുള്ള നരേന്ദ്രമോദി അദ്ദേഹം ജീവിച്ചതും പ്രവർത്തിച്ചതും ഒക്കെ ഇതിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് കൊണ്ട് ഇന്ന് ഭാര്യയില്ല, മക്കളില്ല, ആരുമില്ല. രാഷ്ട്രം എന്റെ അമ്മയാണ് എന്നുള്ള ബോധത്തോടുകൂടി, രാഷ്ട്രത്തിലെ ഭാരതീയരെല്ലാം എന്റെ സഹോദരങ്ങളാണെന്നുള്ള ബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദി ഭരണത്തിൽ വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെയും എന്റെയും വളർന്നു വരുന്ന തലമുറയുടെയും ജീവിതം അപകടത്തിലാവുമായിരുന്നു എന്നുള്ള വസ്തുതകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അവസരം ഉപയോഗിക്കുന്നത്. ക്ഷമിക്കണം, എന്റെ സംസാരം നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ 2 ദിവസം പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട്. എന്തായാലും ഈ അവസരം വരുന്ന സമയത്ത് ബാക്കി കാര്യങ്ങൾ പറഞ്ഞോളാം. ഇവിടെ നമ്മുടെ നേതാക്കന്മാരെല്ലാം ഇവിടെ നിറഞ്ഞിരിക്കുകയാണ്.
ഈ കോരി ചൊരിയുന്ന മഴയത്ത് പോലും ഇത്രയും ആൾക്കാർ ത്യാഗത്തോടു കൂടി ഇവിടെ വരാനും ഈ ചടങ്ങ് വിജയിപ്പിക്കാനും തയ്യാറായത് വാസ്തവത്തിൽ ദിവാരൻ ചേട്ടന് ആരോഗ്യപരമായ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്, യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഈ ചടങ്ങ് എന്നുള്ളത് കേട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വന്നത്. നിങ്ങൾ എല്ലാവരും ഈ ചടങ്ങ് ഇത്രയും വിജയിപ്പിക്കാൻ വേണ്ടി എത്തിയ എന്റെ പ്രിയ സഹോദരങ്ങൾക്ക് ഞാൻ 1000 നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. അടുത്തതായി നമ്മൾ ആദരിക്കൽ ചടങ്ങാണ്. ഓസ്കറിനെ ആദരിക്കുന്നതിന് വേണ്ടി സംഘചാലകൻ ഈ യോഗത്തിൽ ഉദ്ഘാടകൻ കൂടിയായ ദിവാരൻ സാറിനെ സദനെയും ക്ഷണിച്ചു. വിജയൻ ചേട്ടനെ ആദരിക്കുന്നതിന് വേണ്ടി ശ്രീ ഗോപകുമാർ അദ്ദേഹത്തെ ക്ഷണിച്ചു. അരവിന്ദാക്ഷൻ ചേട്ടനെ ആദരിക്കുന്നതിന് വേണ്ടി ശ്രീ ഉദയൻജി അദ്ദേഹത്തെ ക്ഷണിച്ചു. ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ ചാത്തന്നൂർ പഞ്ചായത്തിന്റെ മുൻ മെമ്പർ കൂടിയായ ശ്രീ മുള്ളിച്ചേട്ടനെ സാദരം ക്ഷണിച്ചു. വേദനാജനകമായ ഒരു സംഭവമാണ് നമ്മളിപ്പോ കേട്ട് കഴിഞ്ഞത്. കാരണം അടിയന്തരാവസ്ഥ എന്ന കരാടഹസ്തത്തിൽ അവരുടെ പോലീസിന്റെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന നൂറുകണക്കിന് ആൾക്കാരിൽ ഏതാനും ചിലർ മാത്രമേ നമുക്കിവിടെ കാണുവാൻ സാധിച്ചുള്ളൂ. അപ്പോൾ അന്ന് അവരനുഭവിച്ച വേദനകൾ ഈ RSSന്റെ പ്രവർത്തകരായി ബാലാസ്വയമായിട്ട് കയറുന്ന സമയത്ത് ഇങ്ങനെ നമ്മുടെ രാജ്യത്തിനൊരു ഭരണമാറ്റം ഉണ്ടാകുമെന്നോ ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ആകുമെന്നോ ഉള്ള പ്രതീക്ഷ എന്നുള്ള ഒരു അവസ്ഥന്റെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല. രാഷ്ട്രമാണ് വലുത് എന്നൊരു സങ്കല്പത്തോടു കൂടി ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നൂറുകണക്കിന് ആയിരക്കണക്കിന് ബാലന്മാർ മുതൽ മുതിർന്നവർ വരെ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തീർന്നിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മുടെ കൊച്ചു കേരളത്തില് ഇന്ന് നമ്മൾ കേൾക്കുന്ന പല അനാചാരങ്ങളും, അതായത് മദ്യപാനം, മയക്കുമരുന്ന്, ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഒരു 30 വർഷം മുമ്പ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മളിങ്ങനെ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അന്ന് കള്ളം ചായയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് രഹസ്യമായി ആൾക്കാർ മുതിർന്നവർ പോയി കഴിക്കും, തലയിൽ കൊണ്ടൊക്കെ ഇട്ട് പോയി ഷാപ്പിനൊക്കെ കയറി കണ്ടുപിടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് 10 വയസ്സുള്ള കുട്ടി മുതല് ലഹരി മരുന്നുകൾ ഉപയോഗിച്ചു തുടങ്ങിയ ഒരു കാലത്തിലേക്ക് എത്തിയിരിക്കുന്നു. പഴയ ശാഖ ഉണ്ടായിരുന്നുവെങ്കിൽ ശാഖയിൽ വരുന്ന 12 വയസ്സുകാരനാണ് ശാഖയുടെ മുഖ്യക്ഷരെങ്കിൽ ഒരുപാട് കാര്യങ്ങള് ഞാൻ പറഞ്ഞ നിങ്ങളുടെ സമയം ഒരുപാട് പേര് സംസാരിക്കാനുള്ളത് പറയുന്നില്ല. ഇന്ന് ഇവിടെ നമുക്ക് ഈ അവരുടെ അനുഭവങ്ങൾ കേട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള വികാരങ്ങൾ എത്രയായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ കൂടി ഇതിലേക്ക് ക്ഷണിച്ചത് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. മുൻ താലൂക്ക് കാര്യവാഹകരുന്ന ശ്രീ ബിനു അവരെ ക്ഷണിച്ചു.
പരിപാടിയുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മാനനീയ ജില്ലാ സംവിധായകൻ സാർ, ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന അമ്മമാരെ, സഹോദരിമാരെ, ജനങ്ങൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അടിയന്തരാവസ്ഥ എന്ന പ്രവർത്തകർ, അതുപോലെ തന്നെ നമ്മെ വിട്ടുതിരിഞ്ഞുപോയ സ്വർഗീയ ശശിയേട്ടൻ, ഇവരെ ആദരിക്കുന്ന ചടങ്ങിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യമേ എൻ്റെ നന്ദി പ്രകാശിപ്പിക്കുക. നമുക്കറിയാം, ഭാരതത്തിൽ 1925 ആരംഭിച്ച രാഷ്ട്രീയ സ്വയംസേവക സംഘം 50 വർഷം കഴിഞ്ഞപ്പോൾ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. നമ്മെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രമങ്ങൾ ആരംഭിച്ചു. അതിനുശേഷം 50 വർഷം കഴിഞ്ഞ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ജന്മശതാബ്ദി നടക്കുന്നു. ഈ സമയത്ത് ഇതുപോലുള്ള മഹാന്മാരായുള്ള വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങിൽ പഴയ താലൂക്ക് കാര്യവാഹക നിധിയിൽ എന്നെ ക്ഷണിച്ച നമസ്കാരം. ഇതില് കുറെ ആൾക്കാർ, നമ്മുടെ ബഹുമാനപ്പെട്ട ആൾക്കാർ ഇവിടെ വന്നിരിപ്പുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് എന്ത് ഒന്ന് സംസാരിക്കണം എന്നുള്ളവര് വേദിയിലിരിക്കുന്നവർക്ക് വേണം 2 മിനിറ്റ്. പ്രിയപ്പെട്ട സംഘത്തിന്റെ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ലെങ്കിലും ഒരു 2 വാക്കിൽ ഞാൻ എന്റെ കാര്യങ്ങൾ നിർത്തുകയാണ്. ഈ രണ്ടാം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം, അതായത് അടിയന്തരാവസ്ഥക്കാലം ജയിൽ ശിക്ഷ അനുഭവിച്ച ഈ മഹത്തായ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഒരു ആനുകൂല്യം വാങ്ങിക്കൊടുക്കണമെന്ന്, അവർക്ക് മാസത്തിൽ ഒരു പെൻഷൻ സമ്പ്രദായം നിലനിർത്തണമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥിക്കണമെന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം അതിന് അർഹതപ്പെട്ടവരാണ്. ഇന്ത്യൻ ജനത്തിന് വേണ്ടി, ഭാരത മാതാവിന് വേണ്ടി, ഭാരത മാതാവിനെ സംരക്ഷിക്കാൻ വേണ്ടി അഹോരാത്രം അവർ കഷ്ടപ്പെട്ട് ജയിൽവാസം അനുഷ്ഠിച്ച്, മാസങ്ങളോളം ജയിൽവാസം അനുഷ്ഠിച്ച് ക്രൂര മത്സരത്തിന് ഇരയായവർക്ക് കേന്ദ്ര ഗവൺമെന്റ് അതിൻ്റെതായ മനുഷ്യത്വം ഉള്ളിൽ കൊണ്ടുകൊണ്ട് അവർക്ക് ആ രീതിയിൽ ഒരു പ്രോത്സാഹനം കൊടുക്കണം എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ. ഈ പരിപാടിക്ക് വന്നെത്തിയ എല്ലാ പ്രവർത്തകർക്കും, എല്ലാ സഹോദരി സഹോദരന്മാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസ. കേരളത്തിന്റെ അധ്യക്ഷൻ, പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന മഹത് വ്യക്തികളെന്ന് പറയുന്നത് ഇന്ത്യയിലെ 2ാം സ്വാതന്ത്ര്യ സമര പോരാളി. 2ാം സ്വാതന്ത്ര്യ എന്താണ് 2ാം സ്വാതന്ത്ര്യ സമര പോരാളി എന്ന് പറയുന്നത്? ഇന്ത്യ സ്വാതന്ത്ര്യമായതിന്റെ ചരിത്രം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത ഘട്ടം ഉണ്ടായി എന്നുള്ളതിന്റെ അതിന്റെ ഒരു ഫലമായ യാഥാർത്ഥ്യം. അപ്പോ അങ്ങനെ 2ാമതും ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്ത ധീരരായ പോരാളികളെ ആദരിക്കലാണ് ഈ മഹത്തായ ചടങ്ങിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളത് അതിൽ പങ്കുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ പ്രാധാന്യം, അതായത് നമ്മുടെ ശിവദാസൻ ചേട്ടനും ഇതിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ച, അടിയന്തരാവസ്ഥയുടെ തിക്തഫലങ്ങൾ അനുഭവിച്ച മറ്റ് പ്രിയപ്പെട്ടവർ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നത് കൂടാതെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വിശിഷ്യ കേരളത്തിൽ ധാരാളം പേര്, അവരുടെയൊക്കെ നില, അവരുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ
എനിക്ക് വളരെ ഏറെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ അടുത്തിരുന്ന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് എനിക്ക് ശിവദാസൻ ചേട്ടന്റെ പക്കൽ നിന്നാണ് ഇതെല്ലാം ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പലർക്കും ഇന്ന് മരുന്ന് വാങ്ങാൻ പൈസയില്ല, ആഹാരം കഴിക്കാൻ പൈസയില്ല, അവരുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളില്ല. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമ്മൾ ഏത് രീതിയിൽ ഇതിനെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാം? അതിൽ നമ്മളെല്ലാ പേരും ഒത്തൊരുമയോടുകൂടി ചില ആശയങ്ങൾ ഉൾപ്പെട്ടുള്ളൂ. അതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിച്ച് ഇവര് ഈ രണ്ടാം സ്വാതന്ത്ര്യ സമര പോരാളികൾ ഇവിടെ ഉന്നയിച്ചിട്ടുള്ള പാഠ്യവിഷയങ്ങളുണ്ട്. ഈ സമര രീതി അന്ന് അവരനുഭവിച്ചിട്ടുള്ള സമര രീതിയും അതിന് അവരനുഭവിച്ചിട്ടുള്ള കെടുതികളും ഒക്കെ തന്നെ പാഠ്യവിഷയങ്ങളാക്കണം. അവർക്ക് നല്ല ജീവിത സാഹചര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റുകളായാലും സംസ്ഥാന ഗവൺമെന്റുകളായാലും അവർക്ക് നൽകണം. അപ്പൊ അതിന് വേണ്ടുന്ന എന്താണ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള അതിന്റെ ഉത്തരവാദിത്വങ്ങൾ? ആ ഉത്തരവാദിത്വങ്ങൾ നമ്മൾ നിറവേറ്റുവാൻ തക്കവണ്ണം നമ്മൾക്ക് ഒരു പുതിയ സാഹചര്യത്തിലൂടെ ഇനി നമുക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതിനെല്ലാ പേരും അതിനുവേണ്ടി തയ്യാറായി അതിന് സർവ സജ്ജീകരണങ്ങളോടുകൂടി അതിന്റെ എന്താണ് ഇതിനൊക്കെ വേണ്ടത്? അഡ്മിനിസ്ട്രേഷനാണ്. ഇത് നേടിയെടുക്കണമെങ്കിൽ നമ്മൾക്ക് വേണ്ടത് എന്താണ്? ഭരണമാണ് വേണ്ടത്. ആ ഭരണം നമ്മൾ ഉണ്ടാക്കിയെടുക്കത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ തക്കവണ്ണം ശിവദാസൻ ചേട്ടനും ഈ കൂടെ ഇരിക്കുന്ന ഈ ധീരരായിട്ടുള്ള പോരാളികളും ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അപ്പടി നമുക്ക് മുന്നോട്ട് നമുക്ക് ഭരണ തലങ്ങളെ മക്കൾ മുന്നോട്ട് വയ്ക്കുവാനും അതിനുവേണ്ടി മാത്രമല്ല ഇനി ഒരു പ്രാവശ്യം കൂടി ഇനിയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഇതുപോലുള്ള ഒരു അവസ്ഥ സംജാതമാക്കാതിരിക്കുവാൻ തക്കവണ്ണം നമ്മൾക്ക് ഉറ്റുനോക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഒത്തൊരുമയോടെ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് BJP-യുടെ ചടയമംഗല പ്രഭാരി എന്നുള്ള രീതിയിൽ എല്ലാ അഭിവാദ്യങ്ങളും നിങ്ങൾക്ക് അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, അദ്ദേഹം തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര അപ്പുറത്ത് താമസിക്കുന്ന ആളാണ്. പിന്നെ എല്ലാവർക്കും പരിചയമില്ല. പക്ഷെ ഞാനവർക്ക് വലിയ സമരങ്ങളില്, അതായത് നമ്മുടെ തിരുവനന്തപുരത്തെ ക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രം, നിലയ്ക്കൽ സമരം, ഇതിലെല്ലാം സജീവമായി രംഗത്ത് നിന്ന് അതെല്ലാം വിജയിപ്പിക്കുവാൻ വേണ്ടി അക്ഷീണം പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇങ്ങനൊരു ചടങ്ങ് നടക്കുന്നു എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് യാത്രാമധ്യേ ഇവിടെ ഇറങ്ങിയത്. അദ്ദേഹം 2 മിനിറ്റ് സമയമില്ല. ഇവിടെ ആദരിക്കപ്പെട്ട ബഹുമാന്യരെ, ശ്രീ ശിവദാസൻ ചേട്ടൻ, ആരാധ്യരായ ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം. അടിയന്തരാവസ്ഥ ഇന്ത്യയിലെ ഭാരതത്തിന്റെ ജനാധിപത്യത്തിന്റെ കഴുത്ത് ഞെരിച്ച് കൊന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പോലീസ് മർദ്ദനം. RSS എന്ന അല്ലെങ്കിൽ സംഘ സ്വയംസേവകരാണെന്ന് പേര് കേട്ടാൽ ആദിത്യമായി അവർ വീട് കയറി ഇറങ്ങി പലപ്പോഴും വീട്ടുകാരെ ചവിട്ടി മെതിച്ച് പോലീസ് സ്റ്റേഷനിൽ പോലും ബന്ധുക്കൾക്കോ മറ്റാർക്കും തന്നെ പ്രവേശിക്കാൻ പറ്റാത്ത തരത്തിൽ എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചവർ എന്റെ അനേകം സുഹൃത്തുക്കൾ ബ്രെയിൻ ട്യൂമറായിട്ട് മരിച്ചു, തല ചുരുട്ടിപ്പിടിച്ച് ജബലിടിച്ചും, പലരും ക്യാൻസറായിട്ട് മരിച്ചു. അവരുടെ ദുരിതങ്ങളും അവരുടെ കുടുംബവും അനുഭവിച്ചത് ഒരുപക്ഷെ ഇന്നത്തെ തലമുറ അതറിയില്ല. അതറിയാൻ വേണ്ടിയും കൂടിയാണിത്. നമ്മൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അന്ന് ജനാധിപത്യത്തെ
നശിപ്പിക്കുന്ന ഒറ്റുകൊടുക്കുന്ന നടപടി ഇന്നും ഒറ്റുകൊടുക്കുന്ന നടപടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിൽ ആ കാലത്ത് കോംപ്രമൈസ് കത്തെഴുതി കൊടുത്ത് അടിയന്തരാവസ്ഥ സമരങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞു നിന്നു. EMS ഉൾപ്പെടെ താഴേക്കടയിൽ നിന്ന് പോയിട്ടുള്ളവരും മുകളിലുള്ളവരുമെല്ലാം ഇതിനെല്ലാം ശക്തമായി നേരിട്ടത് സംഘ സ്വയംസേവകരാണ്. എന്ന് പറഞ്ഞാല് RSSന്റെ യഥാർത്ഥമായ ഉത്തരവാദപ്പെട്ടവർ. ഭാരതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറസ്റ്റ് നടന്നുവെങ്കിലും മർദ്ദനം, കരിങ്കാലി കരുണാകരന്റെ മർദ്ദനം, പുലിക്കോടം നാരായണന്റെയും ജയറാം പണിക്കലിന്റെയും ഒരുപക്ഷെ അവരുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കുടുംബം ഒക്കെ ചിന്നി ചിതറി വേണ്ടാത്ത രൂപത്തിലായി. അതൊക്കെ മറ്റൊരു വശം. നമ്മൾ ചിന്തിക്കേണ്ടത് ഒറ്റുകൊടുത്ത കമ്മ്യൂണിസ്റ്റുകാരൻ, ജനാധിപത്യത്തെ നശിപ്പിച്ച കോൺഗ്രസ്, ആ കോൺഗ്രസ് ഇവിടെയുമുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് കോൺഗ്രസിനോട് ഏറ്റവും കൂടുതൽ വെറുപ്പെനിക്കുണ്ടായത്. ആ നിലയ്ക്ക് നമ്മൾ ചിന്തിക്കണം. ബാലാ സാഹിബ് ദേവദത്തി ഒരു വാക്ക് പറഞ്ഞു, നമ്മൾ പൊറുക്കണം, ക്ഷമിക്കണം. അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ ഒരു കോൺഗ്രസുകാരനുണ്ടായില്ല. അക്കാര്യം ഉറപ്പായി. പക്ഷേ ഭാരതത്തിലെ മുഴുവൻ സ്വയംസേവകരും ബാലാ ദേവദത്തിയുടെ അഭിപ്രായം അംഗീകരിച്ചു. അതുകൊണ്ടാണ് കോൺഗ്രസുകാരൻ മാന്യമായി ഇവിടെ കടന്നിട്ട് ചിരിച്ചു നടക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പുതിയ നമ്മുടെ സംഘത്തിന്റെയും സംഘപരിവാറിന്റെയും മുഴുവൻ പ്രവർത്തകരും അങ്ങനെ ഒരു ത്യാഗമുണ്ടായിരുന്നു ഇവിടെ. അത് ഒരുപക്ഷെ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ വന്നപ്പോൾ നമ്മളെ സ്വീകരിക്കുന്ന മാർഗം മറ്റൊന്നായിരുന്നു. അങ്ങനെയുള്ള അനേക അനുഭവങ്ങളുടെ ആൾക്കാർ ഈ നാട്ടിലുണ്ട്. കൂടുതൽ വിശദീകരിക്കുന്നില്ല. വിശദീകരിച്ചാൽ ധാരാളം കഥകളാണ് അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച്. കൂടുതൽ വിശദീകരിച്ചാൽ നമുക്കിവിടുന്ന് പോകാൻ വെളുക്കുവോളം പറയാനുള്ള കാര്യങ്ങളുണ്ട്. അതാണ് അടിയന്തരാവസ്ഥയുടെ മർദ്ദന മുഖകളുടെ ജീവിത അന്ന് നമുക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ. ആ നിലക്ക് വിശദീകരിക്കുന്നില്ല. നമ്മൾ ഓർമ്മിച്ചിരിക്കണം. നമ്മുടെ തലമുറയോട് പറയണം, ഇങ്ങനെ ഒരു കോൺഗ്രസ് എന്ന് പറയുന്നത് ഭാരതത്തിലെ ദേശീയവാദികളെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു നടപടി. ആ നടപടിയാണ് പ്രധാനമായും ഭാരത് മാതാക്കി ജയ് വിളിച്ചവരെ മുഴുവനും ആ ശബ്ദം ഉയരരുത് എന്ന് ഇന്ദിരാഗാന്ധിയുടെ കാർക്കശ്യം അതേപടി നടപ്പിലാക്കി ആഭ്യന്തരമന്ത്രി കെ കരുണാകരൻ ഡൽഹിയിൽ പോയിട്ട് ഗവർണർ സ്ഥാനത്തിന് വേണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നല്ലോ. ആ സമയത്ത് പലപ്പോഴും ഞാൻ ആ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചു പോകും. അപ്പൊ ആ നിലയിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ തലമുറയോട് പറയേണ്ടത്, നമ്മൾ കൊടുക്കേണ്ട പ്രചരണം, ആ പ്രചരണമാണുള്ള പ്രധാനമായ വിഷയം. ആ നിലയ്ക്ക് നിർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നിർത്തുന്നു. വന്ദേ മാതരം. ഈ തത്സമയ സംരക്ഷണം ഇവിടെ പൂർണ്ണമാകും. നിങ്ങൾക്ക് എവർക്കും നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ